വേണം, അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു എനർജി ലെവലോടുകൂടി ജീവിക്കാൻ പറ്റണം, ഇമ്മ്യൂണിറ്റി ഉണ്ടാവണം. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടാണ് ന്യൂട്രീഷൻ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതനുസരിച്ച് അങ്ങ് മാറ്റിയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ഒരു മാൽ ന്യൂട്രീഷൻ പ്രവണത വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളുടെയൊക്കെ ഈ രാജ്യങ്ങളിൽ മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകാഹാരക്കുറവ്. കണ്ടു കഴിഞ്ഞാൽ നല്ല തടിയും തണ്ടുള്ള ആളായിരിക്കും, പക്ഷെ അവരുടെ വയറ് മാത്രമേ നിറയണുള്ളൂ, ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കിട്ടുന്നില്ല, അല്ലേ? ചിലരെ കണ്ടാൽ തന്നെ അറിയാം ആരോഗ്യം കുറവാണ്, ചിലരെ കണ്ടാൽ അറിയാം നല്ല ആരോഗ്യം തോന്നും, പക്ഷെ അവർക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. ആൾക്കാരുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടും അല്ല, വാങ്ങിക്കുന്നത് മുഴുവൻ എന്താണ്? വിഷമാണ്, അല്ലേ? നല്ല ഭക്ഷണമല്ല എന്നല്ല പറയേണ്ട, വിഷമാണ്. നമ്മളുടെ ഓരോ കോശങ്ങളെയും കൊല്ലുന്ന തരം വിഷമാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. കാരണം എന്താ? നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ കൂടിപ്പോകും. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം മോശമാണ് അല്ലെങ്കിൽ മായമാണെങ്കിൽ ആ ഒരു പ്രശ്നം നടന്നു പോകും. 1 hour ടൈമാണ്, നമുക്ക് സ്പീഡിൽ പോവാം. അപ്പോൾ 1980-കളിൽ അന്നേരം ശാസ്ത്രജ്ഞന്മാർ കുറേ സ്റ്റഡീസൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായി ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യം കൂടെ ഉണ്ടെന്ന്. അങ്ങനെ അപ്പോൾ അത് ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മളുടെ ഓരോ ശരീരത്തിലെ ഓരോ പ്രവർത്തനത്തിൻ്റെയും എന്താണ് ഗുണത്തിന് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റും കൂടെ കിട്ടിയേ പറ്റൂ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ന്യൂട്രീഷൻ സെഗ്മെന്റിലോട്ട് പോകാം. നമ്മളുടെ ലോകാരോഗ്യ സംഘടന നമ്മൾ കഴിക്കുന്ന പോഷകങ്ങൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ രാജ് സാർ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, മാക്രോ ന്യൂട്രിയൻസ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് വരുന്നത് വൈറ്റമിൻസും മിനറൽസും ആണ്. അപ്പോൾ ഒരു വണ്ടീനെ നമുക്ക് അതിനോട് സാദൃശ്യപ്പെടുത്താം. കാരണം സയൻസ് ഇഷ്ടമില്ലാത്തവർക്ക് വണ്ടി ഇഷ്ടമുണ്ടാവും, അല്ലേ? ടെക്നിക്കൽ സൈഡ് ഇഷ്ടമുണ്ടാവും, മെക്കാനിക്കൽ സൈഡ് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ആ വണ്ടിയുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോട്ടീനും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ ഓർക്കുക. നമ്മളെ ഉണ്ടാക്കിയേക്കുന്നത് പ്രോട്ടീനും കൊണ്ടാണ്. നമ്മുടെ ഈ ബോഡി ഉണ്ടാക്കിയേക്കുന്നത് പ്രോട്ടീനും കൊണ്ടാണെങ്കിൽ ആ വണ്ടിക്ക് പെട്രോൾ അടിക്കും, അല്ലെങ്കിൽ ഡീസൽ അടിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക്, എന്തെങ്കിലും ഒരു പവർ ഉണ്ടാവും അത് ഓടണമെങ്കിൽ. ആ ഫ്യൂവലാണ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും ഫാറ്റും, സ്റ്റാർച്ച്, അന്നജം എന്നൊക്കെ പറയില്ലേ, കൊഴുപ്പ്, ഇതൊക്കെ നമുക്കറിയാം. അത് നമ്മൾ നല്ല രീതിയിൽ പെട്രോൾ അടിക്കുമ്പോൾ അതിൻ്റെ വില ഓർക്കുമ്പോൾ എല്ലാവർക്കും കൊള്ളലാണ്. അതുകൊണ്ട് 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് അടിച്ച് സംഭവം ഓടിപ്പിക്കും. അതുകൂടാതെ വണ്ടിക്ക് എഞ്ചിൻ ഓയിലൊക്കെ ഉണ്ട്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല, അല്ലേ? എഞ്ചിൻ ഓയിൽ വേണ്ടേ? വേണോ? വേണം. അതെന്തിനാ എഞ്ചിൻ ഓയിൽ? എന്തിനാ? എനിക്കറിയില്ല. ആ എഞ്ചിൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം, മാഡത്തിന് അറിയാം. ആ എഞ്ചിൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എഞ്ചിൻ ഓയിൽ വേണം. ആ എഞ്ചിൻ ഓയിലായിട്ട് നമ്മൾ നമ്മുടെ വൈറ്റമിൻസിനെ മിനറൽസിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ എഞ്ചിൻ ഓയിലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വൈറ്റമിൻസും മിനറൽസും. അതുകൂടാതെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും, നമ്മൾ ആ കഴിക്കുന്ന മെയിൻ ഭക്ഷണങ്ങൾ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? പെട്രോളോ ഡീസലോ എന്താണോ അത് വിചാരിക്കുക. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡീനെ ഉണ്ടാക്കിയേക്കണ മെയിൻ കണ്ടന്റ്. ഓക്കെ, ദെൻ അപ്പോൾ വൈറ്റമിൻസിന് ഒത്തിരിയേറെ റോള് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ റോളുകൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ രാജ് സാർ എന്നെ കണ്ണുരുത്തി കാണിക്കും. സോ നമ്മൾ ഒന്ന് നോക്കിയേക്കാം. ഒത്തിരി റോള് വൈറ്റമിൻസിന് വരുന്നുണ്ട്. ഈ വൈറ്റമിൻസ് പ്രോപ്പറായിട്ട് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ തുടങ്ങി നമ്മളുടെ കാൽഷ്യം അബ്സോർപ്ഷൻ തുടങ്ങി ടീത്തിന് ഒന്നും ഞാൻ വായിച്ച് തീർക്കണില്ല, നേരെ പോവാണ്. അപ്പോൾ വൈറ്റമിൻസിൻ്റെ ഈ ഗുണങ്ങൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡീനെ ബാധിക്കും. കാരണം എഞ്ചിൻ ഓയിൽ കുറഞ്ഞു. then അടുത്തത് അപ്പോൾ 13 തരം നിർബന്ധമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ട വൈറ്റമിൻസ് നിർബന്ധമായിട്ടുണ്ട്. അത് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ലയിക്കുന്നതും കൊഴുപ്പിൽ ലയിക്കുന്നതും ഉണ്ട്. അതെന്തിനാണ് ഞാൻ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ന്യൂട്രിചാർജ് മെന്നും പൂണും ഒക്കെ കഴിക്കുന്നവരാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ലീഡേഴ്സാണ്. നമ്മളൊരു പ്രോഡക്റ്റ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ പഠിക്കണം, എന്നാലല്ലേ നമുക്ക് കുറച്ച് നമ്മളിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം 13 വൈറ്റമിൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 13 വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇത് ശരിക്കും സ്റ്റഡിയാണ്. ഇത് നമ്മളുടെ പ്രോഡക്റ്റിലുള്ള വൈറ്റമിൻസ് അത് തന്നെയാണോ, എന്താണ് ഇത്, നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ മഹത്വം മനസ്സിലാവുക. ഇതിൻ്റെ ഒപ്പം ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ട്. ഏതാ?
പറയേണ്ടി വന്നു. അത് നാണക്കേട്. കഴിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല, കൊടുക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പൊ ന്യൂട്രി ചാർജ് മെന്നിനകത്തോ വുമണിനകത്തോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണത്. അത് നമ്മളുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒരേ ഒരു വൈറ്റമിനെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതേതാ? പറ, നീ 1 മണിക്കൂറോളം എനിക്ക് വേണ്ട. ഒരേ ഒരു വൈറ്റമിനെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ജോബി സാറേ, എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ മാത്സ് അല്ലേ? പറഞ്ഞോ. വൈറ്റമിൻ ഡി. കണ്ട, വക്കീല് പറഞ്ഞു. അപ്പുറത്തൊരു നേഴ്സ് ഇരിപ്പുണ്ട്, അതിന്റെ ഗുണം വൈറ്റമിൻ ഡി. എന്താ കാരണം? നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടായി വരും. ബാക്കിയെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ വെയിലും കൊള്ളുന്നില്ല, ഈ വേഷം കൂടെ ആകുമ്പോഴത്തേനും പിന്നെ വെയിലിന്റെ ഗുണം തീരുമാനമായി. ക്യാൻസർ വരാൻ വന്നുള്ള UV റേസ് ആണ്. സോ നമ്മൾ ഫുഡിൽ വൈറ്റമിൻ ഡിയും കൂടെ ഉൾപ്പെടുത്തണം. അപ്പൊ ഇതെല്ലാം ഉണ്ടോ നമ്മളുടെ ന്യൂട്രി ചാർജ് പ്രോഡക്ട്സിലുണ്ടോ? അപ്പൊ അത് മറ്റുള്ളവരിലോട്ട് എത്തിക്കണോ? ഈ ആരോഗ്യം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാജൻ സാറ് പറഞ്ഞ പോലെ നമ്മൾക്ക് വരുമാനമാണോ കിട്ടാൻ പോകുന്നത്, സമ്പത്താണോ കിട്ടാൻ പോകുന്നത്? യെസ്. അപ്പൊ നമ്മള് ന്യൂട്രി ചാർജ് പ്രോഡക്ട്സിൽ തന്നെ നമുക്ക് ആ ഒരു സമ്പത്തിനുള്ള ഒരു ചാൻസ് അവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത മൈക്രോ ന്യൂട്രിയന്റ് ആണ് ഇത്, മിനറൽസ്. അതും 2 ആയിട്ടാണുള്ളത്. നമ്മുടെ ശരീരത്തിൽ മേജറായിട്ട് വേണ്ടതുണ്ട്, മൈനർ ലെവലിൽ മൈക്രോ ആയിട്ട് വേണ്ടതുണ്ട്. അതിനെ ട്രേസ് എന്നാണ് പറയുന്നത്. അത് മെയിൻലി ഇലക്ട്രോലൈറ്റ്സ്, മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം. ഈ സാധനങ്ങൾ ഉള്ള പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണോ? ഏതാ? അതിനകത്ത് സോഡിയം ഒന്നും കാണുന്നില്ല. നിങ്ങളൊന്ന് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തണം കേട്ടോ. സോഡിയം നമ്മൾ ഉപ്പൊക്കെ കഴിക്കണോണ്ട് കിട്ടണ്ടാവും. എനിവേ, പിന്നെ ഉണ്ട് വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, കുടിച്ചോണ്ടിരിക്കാന്ന് പോലെ. അതൊക്കെ ഒന്ന് എടുത്ത് അതിലൊക്കെ ഒന്ന് നോക്കുക. ഇലക്ട്രോലൈറ്റ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇലക്ട്രോലൈറ്റ്സ് മിനറൽസ് ആവശ്യത്തിന് കിട്ടുമ്പോഴാണ് നമ്മുടെ ബോഡിയിലോട്ട് നമ്മൾക്ക് വേണ്ട എനർജി ലെവൽ നമുക്ക് വരുന്നതും. അതിൻ്റെ റോള് ഇനിയിപ്പോൾ പറയും. റോള് നോക്കിയേ, മിനറൽസിന്റെ റോള് ധാരാളം ഉണ്ട്, വായിച്ചു പോവുക, ടൈമില്ല. അപ്പൊ മിനറൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ആരോഗ്യമായിട്ട് നിലനിൽക്കുകയുള്ളൂ. അടുത്തത് പ്രോട്ടീൻ. ഈ പ്രോട്ടീനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശരീരം ഉണ്ടാവുന്ന ഓരോ കോശങ്ങളെ ഉണ്ടാക്കിയേക്കുന്നതും അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിൻ്റെ ഗ്രോത്തിനും എല്ലാത്തിനും നമുക്ക് പ്രോട്ടീൻ കൂടിയേ തീരൂ. അതുപോലെ ആൻറ്റിബോഡീസൊക്കെ നമുക്കിപ്പോൾ വാക്സിൻ എടുത്ത് ആൻറ്റിബോഡിയൊക്കെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്ന കാലമാണ്. ആൻറ്റിബോഡീസ് ആയിക്കോട്ടെ, ഹോർമോൺസ് ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങൾക്കായാലും ഈ പ്രോട്ടീൻ കൂടിയേ തീരൂ. അഡീഷണലി ഞാൻ പറഞ്ഞു നേരത്തെ, ഒരു വണ്ടി നമ്മൾക്ക് ഓടണമെങ്കിൽ ഡീസലോ പെട്രോളോ വേണമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ സാധാരണഗതിയിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആണ് നമ്മുടെ ഫ്യൂവൽ എങ്കിൽ നമ്മൾ അസുഖം വന്നിരിക്കുമ്പോൾ ഒരു പക്ഷേ എന്തും കൂടെ എടുക്കേണ്ടി വരും? പ്രോട്ടീൻ ആയിരിക്കും ചിലപ്പോൾ ഫ്യൂവലായിട്ട് എടുക്കുന്നത്. ഇത് നിങ്ങളൊരു അഡീഷണൽ അറിവായിട്ട് അറിയാത്തവർ വിചാരിച്ചോളാം. പിന്നെ അടുത്തത്, അപ്പൊ ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയേക്കണം. നമ്മൾ എസെൻഷ്യൽ വൈറ്റമിൻ എത്ര എണ്ണം ഉണ്ടെന്ന് പഠിച്ചേ? ദൈവമേ, സ്റ്റാറങ്ങളുടെ ക്യാൻസർ പറയണേ. എസെൻഷ്യൽ വൈറ്റമിൻസാ 13 എണ്ണം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻസ് ഉണ്ടാക്കിയേക്കുന്നത്. പ്രോട്ടീൻസ് വിഘടിക്കുമ്പോ അത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ, ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഏത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുകയാണ് അല്ലെ. എന്ത് ഫുഡ് കഴിച്ചാലും അത് ദഹിക്കുക. നമുക്കറിയാം, ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ക്രീമേഷൻ നടത്തും. എന്താ ചെയ്യണത്? ഒരു ബോഡി ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിനോട് ചേർക്കുക, ആ മൂലപദാർത്ഥങ്ങളാക്കി മാറ്റുക ചെയ്യുന്നത് അല്ലെ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മളുടെ ആമാശയത്തിൽ എത്തിക്കഴിയുമ്പോൾ അതെന്താ ചെയ്യണേ? ദഹിക്കുകയോ ചെയ്യണേ. എത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം അവിടെ എന്തുണ്ട്? അതിന് വേണ്ട ഹൈഡ്രോക്ലോറിക് ആസിഡും ഗ്യാസ്ട്രിക് ജ്യൂസും എല്ലാം ഉണ്ട്. അത് വെച്ച് അതിനെ ദഹിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തോട് ചേർക്കുക ചെയ്യണേ. അതാണ് ദഹനം. ആ ദഹനം നമ്മളിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ രാജൻ സാറ് കൃത്യമായിട്ട് നമ്മൾ നോക്കി പറയും. അപ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉള്ള, മാംസ്യം ഉള്ള കണ്ടന്റ് നമ്മൾ കഴിക്കുമ്പോൾ അത് ദഹിച്ചിട്ട് ചെറിയ ചെറിയ പാർട്ടായിട്ട് മാറും. അതാണ് അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡ് ഞാൻ പറഞ്ഞില്ലേ, സയൻസ് ക്ലാസ് ബോറടിക്കല്ലേ? ഈ അമിനോ ആസിഡ്സിൽ 9 എണ്ണം നമ്മുടെ ബോഡി ഉണ്ടാക്കില്ല. പിന്നെ ഇതിന് എവിടുന്ന് കിട്ടും? ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. അതിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ചിലപ്പോൾ ഈ 9
അമിനോ ആസിഡ്സ് അടങ്ങിയ ഫുഡും ഉള്ളതാവണമെന്നില്ല നമ്മൾ കഴിക്കുന്നത്, അല്ലേ? സയൻസ് ക്ലാസ്സാണ്, ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ എന്താ പറ്റിയിരിക്കണേ? കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നത് കൊണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്ന ഫുഡും ഉണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടാൻ സോയ ഉണ്ട്, ക്വിനോവ, അങ്ങനത്തെ കണ്ടന്റുകൾ ഉള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടും. ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ഒരു പക്ഷേ നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ അമിനോ ആസിഡ്സും നമുക്ക് കിട്ടില്ല. എത്ര അമിനോ ആസിഡ്സ് വേണം? 9 അമിനോ ആസിഡ്സ് വേണം. ആ 9 അമിനോ ആസിഡ്സ് ശരീരത്തിൽ ചെല്ലുമ്പോൾ ആ 9 അമിനോ ആസിഡ്സ് എന്താക്കി മാറ്റും? ബാക്കിയുള്ള 20 ഉണ്ടാക്കിയെടുത്തോളും. ഇത്രയും വലിയ പരിപാടിയൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കേണ്ട വലിയൊരു ഫാക്ടറി അത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി വേണ്ടത്, അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ബോഡീനെ ഉണ്ടാക്കിയേക്കുന്നത് പ്രോട്ടീൻ വെച്ചിട്ടാണ്. അപ്പോൾ പക്ഷെ ഒന്ന് ഇപ്പുറത്തൊന്ന് നോക്കിയേ, 73% ആൾക്കാരും പ്രോട്ടീൻ എന്താണ്? പ്രോട്ടീൻ നിറച്ച് നല്ല ജിമ്മന്മാരാണോ? അല്ല, അവരൊക്കെ ഡെഫിഷ്യൻസി ഉള്ളവരാ. അപ്പൊ നമുക്ക് അവസരം ഉണ്ടോ? നമുക്ക് അവസരം ഉണ്ടോ? അതുപോലെ നോക്കിയേ, 90% ആൾക്കാരും ഡെയിലി എത്ര പ്രോട്ടീൻ വേണമെന്ന് അറിയാത്തവരാ. എത്ര പ്രോട്ടീൻ നമ്മൾ കഴിക്കണം എന്നറിയാത്തവരാ. ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്താ, കംപ്ലീറ്റ് പ്രോട്ടീൻ എന്താന്ന് അറിയാത്തവരാണ് ഈ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ റോള്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെറുതാണോ? അല്ല. നമുക്ക് ഈ അറിവ് കിട്ടിയത് നമ്മൾ മറ്റുള്ളവരിലോട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഇനി അടുത്തൊരു സാധനമാണ് ഫാറ്റ്. എല്ലാവർക്കും ദേഷ്യ ഫാറ്റാണ് നമ്മുടെ ബോഡിയിൽ. നമ്മുടെ ബോഡി സ്കാനർ കയറി നിൽക്കുമ്പോൾ പ്രശ്നം. രാജസ്ഥാന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാറ്റ് കൂടുതലാണല്ലോ, കണ്ടാൽ തന്നെ അറിയാം, വെള്ളം കുടിക്കാനല്ലേ അല്ലേ? ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ. അയ്യോ, എന്നെ നോക്കി പേടിപ്പിക്കണം, ഞാൻ വീണാനിപ്പം. അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ വരുമോ? കട്ട് ചെയ്താൽ മതി. അപ്പം ഈ ഫാറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഫാറ്റുകൾ വേണം. ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നല്ല ഫാറ്റ് എന്ന് പറയുന്നത് മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഒക്കെയാണ്. പോട്ടെ, അതിൻ്റെ പേരൊക്കെ പോട്ടെ, ഏതെങ്കിലുമൊക്കെ വഴിക്കോട്ടെ. മ്യൂഫ, പ്യൂഫ ഇതൊക്കെ നമ്മളിങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് ഓയിലൊക്കെ പഠിക്കുമ്പോൾ. പക്ഷെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫാറ്റ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് മാക്സിമം ലിമിറ്റ് ചെയ്യും. അവോയ്ഡ് ചെയ്യേണ്ട ഫാറ്റാണ് ഏത്? ട്രാൻസ് ഫാറ്റ്. കേട്ടിട്ടുണ്ടോ? ആ ട്രാൻസ് ഫാറ്റ് നമുക്ക് പ്രശ്നക്കാരനാക്കി മാറ്റും. പക്ഷെ നല്ല ഫാറ്റ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് വേണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഫാറ്റ് വേണ്ടത് എന്തിനൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ബ്രെയിൻ ഫങ്ഷനിങ്ങിന് വരെ എന്ത് വേണം? നല്ല ഫാറ്റ് വേണം. ഈ നേരത്തെ നമ്മൾ കണ്ട മിനറൽസും വൈറ്റമിൻസും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യാനും എന്ത് വേണം? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്. ആ വൈറ്റമിൻസിൻ്റെ നമ്മൾ എഴുതിയായിരുന്നു, ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് എന്ന് എഴുതിയായിരുന്നു, വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് എന്ന് എഴുതിയായിരുന്നു. കണ്ടോ? ഇവിടെ വന്നപ്പോൾ കണ്ടോ? അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ത്? ഫാറ്റ് വേണം. എന്തിന്? മിനറൽ നമ്മൾ വൈറ്റമിൻസ് നമ്മൾ കഴിച്ചാലും അത് അബ്സോർബ് ആവണമെങ്കിൽ എന്ത് വേണം? ഫാറ്റ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ന്യൂട്രിചാർജ് മെൻ ആയിക്കോട്ടെ വുമൺ ആയിക്കോട്ടെ എന്ത് സാധനവും നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫുഡിനോട് ചേർന്ന് തന്നെ കഴിക്കാൻ പറയണേ. അപ്പൊ അതിനകത്ത് ആവശ്യത്തിന് എന്തുണ്ടാവും? ഫുഡിന്റെ കൂടെ ആ ഒരു കൊഴുപ്പിന്റെ അംശം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ എലോങ് വിത്ത് ഫുഡിനോട് ചേർന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ദഹന പ്രക്രിയ വളരെ നല്ല രീതിയിൽ നടക്കും. ഇനി അടുത്തൊരു ഇത് നോക്കാം. ഇനി അടുത്തൊരു സംഭവമാണ് നമ്മൾ PVMF ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കേട്ടിട്ടുണ്ട്, ഫൈബർ കേട്ടിട്ടുണ്ട് അല്ലേ? പെയിന്റില് അപ്പൊ ഇപ്പോഴും RCക്കാർ TV കാണുന്നുണ്ടോ? എനിക്കാണ് ഈ മാഡാന്നാണ് പറഞ്ഞത് പെയിന്റിൽ ഫൈബർ ഉണ്ടെന്ന്. സാധാരണഗതിയിൽ വേറെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ പെയിന്റിൽ എന്ന് പറഞ്ഞാൽ ഉടനെ പറയും ഫൈബർ. പക്ഷെ RCയിലാർക്ക് TV കാണാൻ നേരമില്ല. അപ്പോൾ പക്ഷെ എന്നാലും പെയിന്റിൽ ഫൈബർ ഉണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫൈബർ ഉണ്ടെന്ന് ആർക്കും, ഫൈബർ വേണമെന്ന് ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ 2 തരം ഫൈബർ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വേണം. സോലുബിൾ ഫൈബറും വേണം, ഇൻസോലുബിൾ ഫൈബറും വേണം. അതെന്തിനാ? സോലുബിൾ ഫൈബർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈബർ ഉള്ള ഇപ്പൊ അരിയുടെ തവിടെന്നൊക്കെ പറഞ്ഞ സാർ എപ്പോഴും പറഞ്ഞു തരും. ആ ഫൈബർ കഴിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ആവശ്യത്തിന് മാത്രം ഫാറ്റും അതുപോലെ വേറെ എന്തുവാ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റും ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവനെ അവിടെ തടഞ്ഞു നിർത്തും. വേണ്ടതുപോലെ ശരീരത്തിന് അല്ലേ? നമുക്ക് ഇത്തിരി ആർത്തിയുണ്ടെന്ന് പറഞ്ഞ് ആവശ്യമില്ലാണ്ട് ശരീരത്തിന് കൊടുത്ത് ശരീരത്തിന് പണി കൊടുക്കേണ്ട കാര്യമുണ്ടോ?
അല്ലേ? അപ്പോൾ നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ്, അതിലും സോൾബിൾ ഫൈബർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ തടഞ്ഞു നിർത്തും. വേണ്ടാത്ത ഫാറ്റും വേണ്ടാത്ത കാർബോഹൈഡ്രേറ്റും എന്ത് ചെയ്യും? വിസർജിക്കപ്പെട്ടു പോയിക്കോളും. വേണ്ടത് മാത്രം ശരീരത്തിലോട്ട് കിട്ടും. ദെൻ അടുത്തത് ഇൻസോളബിൾ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശോധന പ്രക്രിയ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, മലവിസർജനം കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ പറയുന്ന ഫൈബർ കണ്ടന്റ് ധാരാളം നമുക്ക് വേണം ഫുഡിൽ. അപ്പോൾ PMF ബ്രേക്ക്ഫാസ്റ്റിന്റെ ആവശ്യകത മനസ്സിലായോ? പ്രോട്ടീൻ വേണോ? വൈറ്റമിൻസ് വേണോ? മിനറൽസ് വേണോ? പിന്നെന്താ വേണ്ടേ? ഫൈബർ. RCM അങ്ങ് കുപ്പിയിലാക്കി എന്താണ് ടാബ്ലറ്റ് ഫോമിലൊക്കെ തരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കഴിക്കും. വേറെ ആർക്കും എല്ലാവർക്കും കൊടുക്കും. ആ മനസ്സുള്ളവര് നീണാൾ വാഴട്ടെ, അല്ലേ? അങ്ങനെ RCM നീണാൾ വാഴട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരേ മനസ്സോടുകൂടി PMF ബ്രേക്ക്ഫാസ്റ്റിനെ ഒരു ശീലമാക്കാം, മറ്റുള്ളവരിൽ എത്തിക്കുന്ന ഒരു ശീലവും കൂടെ ആക്കി മാറ്റാം. അടുത്തത് ആ ഫൈബർ എത്ര വേണമെന്നൊക്കെ ഉള്ളതാണ്, കണക്കുകളാണ്. അപ്പോൾ നമ്മൾ നോക്കിയേ, ആദ്യത്തേതിൽ വൈ ന്യൂട്രീഷൻ എന്ന് ഞാനിട്ട സ്ലൈഡിൽ സേഫ് പ്രഗ്നൻസി എന്ന് എഴുതിയപ്പോൾ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ആരോഗ്യം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വൈ ന്യൂട്രീഷൻ തുടങ്ങിയത്. അപ്പോൾ DHA എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ എപ്പോൾ കഴിക്കണം? നമ്മുടെ അമ്മയച്ഛനൊക്കെ കഴിച്ചിട്ടുണ്ടാവോ? അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം RCMലുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയുള്ള തലമുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാം? DHA ഒരു വേഗാട്ട് DHA ഒരു ശീലമാക്കാം. ഇനി നമുക്കും ആക്കാം. DHA എന്തിനൊക്കെ സഹായിക്കണേ? ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന്. അതായത് ഒരു കുഞ്ഞ് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ആ ബ്രെയിൻ ഡെവലപ്മെന്റിനും അതുപോലെ കണ്ണിന്റെ കാഴ്ചശക്തിയുടെ ഡെവലപ്മെന്റിനും നിർബന്ധമായിട്ടും വേണ്ട ഒരു പോഷകമാണ് ഏത്? DHA. ദെൻ അടുത്തത് എന്താണ്? പിന്നീട് ആ ബ്രെയിൻ ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനും കണ്ണിന്റെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തിന് ത്രൂ ഔട്ട് ലൈഫിൽ എന്ത് വേണം? DHA വേണം. ദെൻ അടുത്തത് നോക്കിയേ, നമ്മുടെ ഓർമ്മ, കോൺസെൻട്രേഷൻ. ഇവിടെ ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ എന്ത് വേണം? കോൺസെൻട്രേഷൻ വേണം. ബുദ്ധിമുട്ടല്ലേ? ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതൊക്കെ നമ്മളൊരു DHA ഒക്കെ രാവിലെ ഒന്ന് വിഴുങ്ങിയിട്ട് വരണ്ടായിരുന്ന. ദെൻ അടുത്തത് നോർമൽ ഫങ്ഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് പ്രിവെന്റ് ഡിമെൻഷ്യ. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മക്കുറവ്, അതിൻ്റെതായ പ്രശ്നങ്ങൾ നെർവസ് സിസ്റ്റത്തിനെ ബാധിച്ചു കഴിഞ്ഞു. അതൊരു രോഗാവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞു. ദെൻ അടുത്തത് ഇത് തന്നെയാണ്. എപ്പോഴൊക്കെ ആരൊക്കെ എടുക്കണം? ആരൊക്കെ DHA കഴിക്കണം? ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും മുലയൂട്ടുന്ന അമ്മമാരും DHA എടുക്കണം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവരുടെ ഉള്ളിൽ വെച്ച് തന്നെ എത്രത്തോളം ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ദെൻ അടുത്തത് നോക്കിയേ, ആ പ്രഗ്നന്റ് ലേഡീസ് മദേഴ്സില് ഈ നോക്കിയേ ഇമ്മ്യൂണിറ്റിയും കൂടെ കൊച്ചിന് കൊടുക്കും. മൂന്നാമത്തെ പോയിന്റ്, ഇമ്മ്യൂണിറ്റിയും കൂടെ കുഞ്ഞിന് കിട്ടണമെങ്കിൽ എന്ത് വേണം? DHA കൂടെ കിട്ടിയാൽ ആ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കിട്ടും. അതുപോലെ വേറൊരു വളരെ സങ്കടകരമായ കാര്യമാണ്, ഒരു സ്റ്റഡി പറയുന്നുണ്ട്, ഇന്ത്യൻ പ്രഗ്നന്റ് വുമൺ, ഇന്ത്യയിലുള്ള ഗർഭിണികളായ സ്ത്രീകളിൽ DHA കഴിക്കുന്നത് വളരെ കുറവാണ്. നമ്മളെന്തിനാ RCM എന്നും പറഞ്ഞിരിക്കണേ? ഈ ഒരു സ്റ്റഡീനെ മാറ്റി എഴുതണോ? ആരെ കൊണ്ട് സാധിക്കും? അതാണ് എൻഗേജ്മെന്റ് ഓഫ് സാർ എനിക്ക് തന്ന ടോപ്പിക്, അല്ലേ? അപ്പൊ നമ്മൾ മാറ്റി മറിക്കാൻ നമുക്ക് പറ്റും. ഈ സ്റ്റഡിയൊക്കെ കാറ്റി പറത്ത്, ഇതൊക്കെ പഴയകാല സ്റ്റഡി. നമ്മൾ ഓരോരുത്തരും DHA, എത്ര പേര് DHA എടുക്കണ്ട്? കണ്ടോ? ഒന്ന് സാറേ നോക്കിക്കോ സാറേ. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു DHAയുടെ മാത്രം ഒരു വലിയൊരു സെഷൻ പോലെ ഇത് വെച്ച്, വലിയ സെഷൻ അല്ല, 5-6 സ്ലൈഡ് ഇട്ടത് സാർ അടുത്തത്. അപ്പൊ നോക്കിയാൽ ഏതൊക്കെ സ്റ്റേജിലുള്ളവർ എടുക്കണം? പ്രഗ്നന്റ് ആൻഡ് നഴ്സിംഗ് മദേഴ്സ്. അപ്പൊ പിന്നെ അതുകൊണ്ടായിരിക്കും കൈവെക്കാത്തത്, അല്ലേ? തന്നെ അടുത്തത് കൊച്ചുങ്ങള് ടീനേജ് വരുമ്പോഴും എടുക്കണം, അഡൽട്ട് ആവുമ്പോഴും എടുക്കണം, എൽഡർലി വയസ്സാവുമ്പോഴും DHA കൊടുക്കണം. അന്നിപ്പോ ഞാൻ തൊട്ട് കഴിക്കാനേ ഇപ്പൊ അങ്ങോട്ട് കുഴിയിലോട്ട് പോറായി, ഇനിയാണോ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ടൊന്ന് ചത്തൂടെ? അല്ലേ? ഒരു ഓർമ്മയില്ല, ഒരു സാധനമില്ല. മൈക്കെന്തേ കയ്യിലുണ്ടല്ലേ? ഇതേ അവസ്ഥയാ പ്രായമാവുമ്പോ. മനസ്സിലായോ? ഇതേ അവസ്ഥ പ്രായമാവുമ്പോ. ഇപ്പൊ പ്രായമാവാന്ന് പറഞ്ഞാൽ അത്ര ദൂരെയൊന്നുമല്ല. ഇപ്പൊ പ്രായമാണ് പഴയ കാലത്തെ കാരണവന്മാരുടെ പോലെ ഒന്നുമല്ല. ഒരു 40 വയസ്സാകുമ്പോൾ തുടങ്ങുമ്പോൾ അതൊക്കെ
അല്ലേ? അതൊക്കെ തന്നെയാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമ്മൾ DHA എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കഴിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, കുടുംബത്തിലുള്ള എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ DHA ഏതൊക്കെ തരത്തിൽ അവൈലബിൾ ആണ്? ലീഡേഴ്സ് പറ. എൻ്റെ അമ്മ, ഈ സാറെല്ലാം പഠിച്ചു വെച്ചേക്കാണ്, ഞാൻ ഇവിടെ നിന്ന് നീങ്ങിക്കട്ടെ. DHA ഫോമിൽ തന്നെ ഇനിയിപ്പോൾ ഒരു ചോദ്യം കൂടെ ഉണ്ട്. നമുക്ക് DHA പ്രഗ്നന്റ് ലേഡീസിന് എപ്പോൾ തുടങ്ങി കഴിക്കാം? ആള് പ്രഗ്നന്റ് ആവണമെന്ന് വിചാരിക്കണ സമയം തുടങ്ങി, പ്ലാൻ ചെയ്യണ സമയം തുടങ്ങി DHA കൺസ്യൂം ചെയ്യണം. ക്ലിയർ ആയോ? ഇനി അയ്യോ അപ്പ കഴിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ കഴിക്കാമോ? ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചില്ലേ, അപ്പം അങ്ങോട്ട് കഴിച്ചോളൂ. അപ്പം എങ്കിലും ആ കൊച്ചിന് കിട്ടാനുള്ളത് കിട്ടിക്കോളൂ. then അടുത്തത് സാറേ. അപ്പോൾ അതല്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കി വാ അതിൻ്റെ പുറകിലത്തെ അത് സജസ്റ്റ് ചെയ്യണത് എങ്ങനെയാണ്? DHA ഒക്കെ സാറേ ശ്രദ്ധിച്ചോ, DHA ട്വിസ്റ്റ്. നോക്ക്, പ്രശ്നമുണ്ടാ? ഞാൻ പറഞ്ഞതിന് പ്രശ്നമുണ്ടാ? DHA ട്വിസ്റ്റ് നോക്ക്. അപ്പൊ DHA ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതൊന്നും ഞാൻ എടുത്ത് കാണിക്കില്ല, നിങ്ങൾക്ക് ലീഡേഴ്സിന് എല്ലാവർക്കും അറിയാം. അത് 6 മാസം മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കഴിക്കാനാണ് കമ്പനി പറയുന്നത്. ഇത് ഞാൻ എഴുതിയിട്ടുണ്ടാക്കിയതില്ല, കമ്പനിയുടെ സൈറ്റിൽ നിന്നുള്ളതാണ്. അപ്പൊ 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികള് DHA ടെസ്റ്റിന്റെ ഒരു ക്യാപ്സ്യൂള് വിഴുങ്ങാൻ കൊടുക്കാനാണ്. എങ്ങനെ DHA ടെസ്റ്റ് ഉപയോഗിക്കേണ്ട ഞാൻ പറയില്ല. then അടുത്തത് 2 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ളവർ എത്ര DHA ടെസ്റ്റിന്റെ കണ്ടന്റ് എടുക്കണം? എത്ര? 2. കറക്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. then 6 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെ ആകുമ്പോ എത്രയാ? 3 ഒക്കെ എങ്ങനെ മുതലാവാനാ? എന്താ രാജൻ സാറെ, സ്വയം പര്യാപ്തത, സാമ്പത്തിക ഭദ്രത ഒക്കെ പറഞ്ഞിട്ട് ഇപ്പം ആരും ഒന്നും മിണ്ടണില്ല. RCMൽ വർക്ക് ചെയ്യൂ, നമുക്ക് 3 അല്ല 300 കൊടുക്കണേ, കഴിക്കണത് കുഴപ്പമില്ല, ആ ലെവലിലോട്ട് എത്തും അല്ലേ? അപ്പോൾ ചിൽഡ്രൻ 6 years to 12 years 3 ക്യാപ്സ്യൂൾ ഡെയിലി എടുക്കുക. then അടുത്തത് പ്രഗ്നന്റ് വുമൺ ആൻഡ് നഴ്സിംഗ് മദേഴ്സ് DHA ടെസ്റ്റ് ആണോ കഴിക്കണ്ടേ? ആണോ? അല്ല, എന്താ കഴിക്കണ്ടേ? DHA 200 എടുക്കുക. അതിനകത്ത് പ്രഗ്നന്റ് വുമൺ ആണെങ്കിൽ എത്ര എണ്ണം കഴിക്കണം? എപ്പോൾ കഴിക്കണം? വായിക്കേ, ആ പുറകിലോട്ടൊന്നും കണ്ണു കാണാൻ പറ്റില്ല, നമുക്ക് വ്യൂ പഠിക്കാം. ഭക്ഷണത്തിന് ശേഷം നമ്മൾ 2 ക്യാപ്സ്യൂൾ കഴിക്കുക. then ടീനേജിലുള്ളവരും അഡൽട്ട് ആയിട്ടുള്ളവരും പ്രായമായിട്ടുള്ളവരും 1 ക്യാപ്സ്യൂള് ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. ഓക്കെ, then അടുത്ത വന്നത് ആ കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന്റെ അമ്മ കൃത്യമായിട്ട് DHA 200 ഒക്കെ എടുത്തായിരുന്നു. കുഞ്ഞിന് DHA ടെസ്റ്റ് കൊടുത്തു. പിന്നീട് ആ കൊച്ചിച്ചിരി 2 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചു കിഡ് കഴിക്കാൻ തുടങ്ങി. കിഡിന്റെ ഗുണം നമ്മൾ ആദ്യമേ കേട്ടു, ഇരട്ട കുട്ടികളുടെ കാര്യം കേട്ടു. കിഡിന്റെ ഗുണം ഇനി നമ്മൾ പറയണ്ട, ഇവിടെയുള്ള എല്ലാവർക്കും പറയാനുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, മെയിൻറ്റെയിൻസ് ഗട്ട് ഹെൽത്ത് ആൻഡ് ഇംപ്രൂവ്സ് ഡൈജഷൻ, ഇൻക്രീസ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്തുന്നാ? എൻ്റെ കൊച്ചു ഒന്നും കഴിക്കണില്ല സാറേ, ഒരു വിശപ്പുമില്ല അവന് എന്ന് പറയും. എന്താ കാരണം? കൊച്ചിന് പനി വരും, ആൻറ്റിബയോട്ടിക് കൊടുക്കും. അപ്പം എന്ത് പറ്റും? എന്താ പറ്റണേ? ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ എന്താ അസുഖം മാറുമല്ലേ സാറേ? അല്ല വേണം, അസുഖം മാറല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പ്രശ്നം വരണ്ട. ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ എന്താ പറ്റണേ? വിശപ്പ് കിട്ടണ എങ്ങനെയാ? നമ്മുടെ ദഹനത്തിന് നമ്മളെ വലിയ അഹങ്കാരമൊന്നും വിചാരിക്കണ്ട. നമ്മളല്ല നമ്മുടെ ഫുഡൊക്കെ ശരിക്കും ദഹിപ്പിക്കുന്നത്. ആരാ? നമ്മുടെ ഉള്ളിൽ കുറെ അണുക്കളുണ്ട് അല്ലേ? നല്ല മൈക്രോ ഓർഗാനിസം ഉണ്ട്. നമ്മളങ്ങനെ അഹങ്കരിക്കേണ്ട. ഈ നടക്കണ ബോഡി എന്ന് പറഞ്ഞാൽ മെരളി മാത്രമല്ല, കുറേ അധികം മൈക്രോ ഓർഗാനിസം ഇതിൻ്റെ കൂടെയുള്ള സൂക്ഷ്മാണു ജീവികളുണ്ട്. ആ സൂക്ഷ്മാണു ജീവികൾ വയറിലുള്ളത് ഒരു പക്ഷേ നശിച്ചു പോകാനുള്ള ചാൻസ് എന്ത് കഴിക്കുമ്പോൾ വരും? ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ വരും, മരുന്ന് കഴിക്കുമ്പോൾ വരും. അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ന്യൂട്രി ചാർജ് കിറ്റ് കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി വരികയും ചെയ്യും. അതിൻ്റെ കണ്ടന്റൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, കിറ്റിനകത്തുള്ള കണ്ടന്റുകൾ. പ്ലസ് നമ്മൾക്ക് അതിനകത്ത് പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഉണ്ട്. എന്താ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും? ദയവായി ലീഡേഴ്സിനോടാണ് ചോദ്യം ചോദിക്കുന്നത്, ക്ലാസ് എടുത്തിട്ടാണ് പോയാൽ പോരെ? പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ ഉള്ളിൽ കാണുന്ന നമ്മളുടെ ഭക്ഷണങ്ങൾ ആവശ്യമുള്ള രീതിയിൽ ശരീരത്തിൽ ദഹിച്ച് ചേരാനായിട്ട്, അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അണുക്കളും അവ ജീവിക്കാൻ വേണ്ട അവയ്ക്ക് വേണ്ട ഫുഡുമാണ് ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ന്യൂട്രി ചാർജ് കിഡിലുണ്ട്. അന്ന് വായിച്ചു നോക്കുക. ലാക്ടോഫിലസ് അല്ലാണ്ടൊക്കെ പറഞ്ഞ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കുപ്പിയുടെ പുറമൊന്നെടുത്ത് നോക്കുക.
ഓക്കെ, ആ ലീഡേഴ്സ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം ഇനി വന്ന നമ്മുടെ RCMലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരായിരിക്കും? ഹൈ പ്രൊഫൈൽ ആൾക്കാരായിരിക്കും. അവരെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞിട്ട് വന്നവരായിരിക്കും. ആസ് എ ലീഡർ ഞാനത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയാൽ, ഈ ഡ്രസ്സിങ് പറയുന്ന പോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇൻഡെപ്ത് നോളജ് എനിക്ക് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അധികം പിന്നെ വാചകടിക്കേണ്ടി വരില്ല. അവർ ഒറ്റ പ്രോഡക്റ്റിൽ അവർ കൺവിൻസ് ആവും, ബാക്കിയുള്ള ഓരോ പ്രോഡക്റ്റും അവർക്ക് എടുക്കാൻ പറ്റും. സോ എൻകാഷ് എന്തെന്ന് സാറേ ടോപ്പിക്ക് കണ്ടാ? ഞാൻ മറന്നു പോകും, സാറ് പറഞ്ഞുതരും. ഞാൻ ഇടയ്ക്ക് ക്ലാസ് എടുക്കണേ, എന്നിട്ട് ഞാൻ ചോദിക്കാം എന്തുട്ടാ ടോപ്പിക് എന്ന്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എൻകാഷ്മെന്റ് നമുക്ക് നടക്കണമെങ്കിൽ എൻകാഷ്മെന്റ് ഉദ്ദേശിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അവിടെ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി ഇൻഡെപ്ത് നോളജ് ആസ് എ ലീഡർ എനിക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മതി നമ്മുടെ RCM അവിടെ കത്തിപ്പെടാൻ. then അടുത്തത് അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് 14 വൈറ്റമിൻ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവണേ? എത്ര വൈറ്റമിനാ? 13 വൈറ്റമിനാ. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ശരിയാവും? PSCക്ക് വന്ന ക്വസ്റ്റ്യൻ പോലെ ഉണ്ട്. ഇപ്പം എന്താ പ്രശ്നം? മിനിമം എസെൻഷ്യൽ 13 വൈറ്റമിൻ എന്നുള്ളതിൻ്റെ കൂടെ ഇതിനകത്തൊരു കോളിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് സ്റ്റഡീസിൽ പറയണത് അത് ഉറക്കം വരും. കോളിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ആണോ അല്ലയോ? വവ്വാലിൻ്റെ ജന്മം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അല്ല, വവ്വാലിൻ്റെ പ്രശ്നം എന്താ? യെസ്, അവിടെ പറഞ്ഞു. എന്താ പ്രശ്നം? അല്ല, പക്ഷിയാണോ മൃഗാണോ? അയ്യോ, സാറിനെ നോക്കി വിളിച്ചതല്ല കേട്ടോ. പക്ഷിയാണോ മൃഗാണോ എന്ന് തോന്നിപ്പോ. കാരണം എന്താ? വവ്വാലിന് എന്താ അവിടെ ഒരു നമ്മൾ ഈ വക്കീലന്മാരെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എന്ത് വിളിക്കാറുണ്ട്? മാഡം അവിടെ ഇരിപ്പുണ്ട്. എന്താ വിളിക്കുന്നേ? കറുത്ത കോട്ടൊക്കെ ഇട്ടിട്ട് വന്നവര്. വെച്ചോളൂ എനിക്ക് അവസരം വരുമെന്ന് മാഡം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരെ നമ്മള് വവ്വാലിന് വിളിക്കുക. എന്താ വെച്ചാൽ ആ ഒരു കോട്ട് വവ്വാലിന് ഞാൻ പറയുമ്പോൾ എന്താ? ചിറക് അല്ലേ? ആ ചിറക് കാണുമ്പോൾ ഇത് പക്ഷിയാന്ന് തോന്നും. പക്ഷെ അതിന്റെ മുഖമൊക്കെ കാണുമ്പോൾ ഏതാണ്ട് ഒരു എലിയുടെ ഒക്കെ മുഖം പോലത്തെ ഒരു മുഖമുണ്ട്. നിങ്ങളൊക്കെ അടുത്ത് കണ്ടിട്ടുണ്ടോ വവ്വാലിനെ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ എന്തെന്ന് പറഞ്ഞു വന്നേ? നമ്മുടെ കോളിൻ. ആ കോളിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഏത് ന്യൂട്രിയൻ? എസെൻഷ്യൽ ന്യൂട്രിയന്റാ. ഇപ്പൊ അടുത്ത കാലത്ത് റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും കുറച്ച് കാലങ്ങളായിട്ടുള്ള കോളിൻ നമ്മുടെ ശരീരത്തിൽ വേണമെന്നറിയാം. പക്ഷെ എന്താ പ്രശ്നം? അത് വൈറ്റമിൻ ആണോ അല്ലയോ? ഒരു ഡൗട്ട്. അത് അവർ തീർക്കട്ടെ, നമുക്ക് പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂട്രി ചാർജ് കിഡിനകത്ത് എന്തും കൂടെ ആഡ് ചെയ്തു? കോളിനും കൂടെ ആഡ് ചെയ്തു. കാരണം എന്താ? അത് എസെൻഷ്യൽ ആണെന്ന് കണ്ടുപിടിച്ചു. സ്റ്റഡീസ് നോക്കി പഠിച്ചിട്ടുണ്ടാക്കിയ പ്രോഡക്റ്റാണ് നമ്മുടെ. മനസ്സിലായോ? അപ്പൊ ഇച്ചിരിയിലും നമുക്ക് പഠിച്ചൂടെ? നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് സയന്റിസ്റ്റുകൾ എഴുതി കാര്യങ്ങൾ മെത്തഡോളജിയും കാര്യങ്ങളും ഇവരൊക്കെ ഓരോന്നും ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിൽ അത് ആഡ് ചെയ്ത് വന്നിട്ട് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ പിന്നെന്താ പ്രശ്നം? പിന്നെന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യം നമ്മൾ പഠിക്കുക. പിന്നെ റിയൽ കൊക്കോ അൽഫോൺസോ മാങ്ങയൊക്കെ നമുക്കറിയാം. ഞാൻ ആ 14 വൈറ്റമിൻ ഒന്ന് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ആൻറ്റി ഓക്സിഡന്റ് എന്താണെന്നറിയാലോ? ആൻറ്റി ഓക്സിഡന്റ് എന്താ? ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ ഡെഫിനേഷൻ. എന്നാലും ഒന്ന് മനസ്സിലായ രീതിയിലൊന്ന് പറയാമോ? മാഡത്തിന് കാര്യം അറിയാം. എന്തിനാ എന്നെ നോക്കണം അല്ലേ? അന്ന് നോക്കണല്ല. പറഞ്ഞു മാഡം, ചേർത്തലേന്നൊക്കെ വന്നതല്ലേ? അയ്യോ വേണ്ട, എന്നോട് ചോദിക്കില്ലേ. സുമതി മാഡം പറയും. എന്താ? മാഡം തന്നെ പറഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ ആൻസർ. എന്താ അതിൻ്റെ ആൻസർ? എന്താണ്? മാഡം തന്നെ പറഞ്ഞാൽ മതി. ഞാൻ എന്താ ചോദ്യം ചോദിച്ചേ? ആന്റി ഓക്സിഡന്റ് എന്താണ്? അത് മാഡം തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ പ്രകൃതിയിൽ നമ്മുടെ ഈ പരിസരം ശുചിയാക്കണ ജീവി ഏതാ? അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് മാഡം തന്നെ പറ. പ്രകൃതിയിൽ പരിസരം ശുചിയാക്കണത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കാക്ക. അത് തന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത കുറേ സാധനങ്ങളെ നമ്മുടെ ദഹനവും പ്രക്രിയയും കാര്യങ്ങളും ഓരോ കോശങ്ങളിലും നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ എനർജി റിലീസ് ചെയ്യുമ്പോൾ ഒക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറേ വേണ്ടാത്ത സാധനം. അതിൻ്റെ കൂടാതെ നമ്മൾ കഴിക്കുന്ന ഷവർമ, നമ്മളല്ല കേട്ടോ ആർസിഎംകാരല്ല, ബാക്കി മനുഷ്യർ കഴിക്കുന്ന ഷവർമ ആയിക്കോട്ടെ, മറ്റ് സാധനങ്ങളായിക്കോട്ടെ, വേണ്ടാത്ത ഫുഡിലൂടെയൊക്കെ നമുക്ക് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടാൻ പാകത്തിന് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവും. ഫ്രീ റാഡിക്കൽസ് എന്നൊക്കെ രാജൻ സാർ എപ്പോഴും പറഞ്ഞു തരും. ഈ സാധനം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞാൽ പിന്നെ നമ്മൾ ആരായിട്ട് മാറും? രോഗികളായിട്ട് മാറും. വിഷമാണ് എന്ന് പറഞ്ഞ സ്വഭാവത്തിലും അല്ല, നമ്മുടെ ശരീരം തന്നെ വിഷമായിട്ട് മാറും. അപ്പോൾ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക്
ദൈവം തന്നേക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മുടെ ഫുഡിലൂടെ, അത് ധാരാളം കിട്ടും. ആ പവർഫുൾ ആന്റി ഓക്സിഡന്റ്. അപ്പൊ പ്രകൃതിയിൽ കാക്ക പരിസരം ശുചിയാക്കണ പോലെ നമ്മുടെ നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കയ്യിലിരിപ്പും കൊണ്ടൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഈ ഫ്രീ റാഡിക്കലിനെ ആയിക്കോട്ടെ, വേണ്ടാത്ത സാധനങ്ങളെ ആയിക്കോട്ടെ, കളയാൻ സഹായിക്കുന്ന കണ്ടന്റ് ആണ് ഏത്? ആന്റി ഓക്സിഡൻസ്. ഓക്സിഡേഷന് എതിരായിട്ട് പ്രവർത്തിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഈ ആന്റി ഓക്സിഡൻസ് പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പച്ചമുളകിലും ഉണ്ട്, ക്യാബേജിലും ഉണ്ട്. പ്രത്യേകിച്ച് പറയും കളറുള്ള ക്യാബേജിലും ഉണ്ടെന്ന് പറയും. ഞാനിപ്പോൾ എന്തിനാ പറയണത്? അയ്യോ, ഞാൻ ന്യൂട്രീഷൻ നമ്മുടെ ആശയം പറഞ്ഞോളാം, സാറെന്നെ നോക്കാണ്, സമയം ഇപ്പോൾ പോവും. അപ്പോൾ ഇങ്ങനെ ഈ പവർഫുൾ ആന്റി ഓക്സിഡൻസ് ധാരാളമുള്ള ഈ ഒരു കണ്ടന്റ് നമ്മുടെ കുഞ്ഞുങ്ങളിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റിയാൽ ആ കുഞ്ഞുങ്ങളിൽ ഒരസുഖം അവരെ തൊടില്ല. അത് തന്നെയാണ് ഇപ്പോൾ സാറ് ഉദാഹരണം നമ്മളോട് പറഞ്ഞത്. ഇതൊന്നും വെറുതെ പറയണില്ല, ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള കണ്ടന്റാണ്. എങ്ങനെ കൊടുക്കണം? വൺ സ്കൂപ്പ്, അതായത് 10 ഗ്രാമിൻ്റെ സ്കൂപ്പാണ്. അത് എല്ലാവരും കൊടുക്കണേണ്. ഒരു ഗ്ലാസ് പാലിൽ കൊടുക്കുക. അതിലേക്ക് പല ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇത് സൈറ്റിൽ നിന്നുള്ളതാണ്. ട്വൈസ് എ ഡേ എന്നാണ് അവർ പറയുന്നത്. ദിവസം 2 പ്രാവശ്യം കൊടുക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. നമ്മൾ 1 പ്രാവശ്യം കൊടുക്കണ്ടാവും അല്ലേ? ഇനി അത് കൂടാതെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ന്യൂട്രി ചാർജ് കിഡ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ അത് ഉപയോഗിച്ച് തീർക്കണം? കാരണം നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കും. പക്ഷേ ഇത് വേണ്ടാത്തവരും ഇഷ്ടപ്പെട്ടില്ല, കൊച്ചി പൊടിച്ചില്ല, ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കണവരുണ്ടാവും. തിരിച്ചു വാങ്ങണമല്ലോ. എത്ര ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം സാറേ? ഞാൻ നിന്നെ ജോയിൻ ചെയ്യിപ്പിച്ചത്, നീ എന്നോടൊന്നും ചോദിക്കരുത് കേട്ടോ. അയ്യോ, ആരും കേട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ശരി. എന്തെന്നാ 15 ദിവസാ? അങ്ങനെയല്ല, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം? ഇത് എന്താ ഇതിൽ പെട്ടതല്ലായിരുന്നു സാറില്ല. 8 വീക്ക്. രാജിത മാഡം, കാര്യം എനിക്കറിയാം. വേറെ മാഡത്തിന് നല്ലൊരു കൈയടി കൊടുത്തോ? അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നേ. ഇടയ്ക്ക് അതൊക്കെ എന്നിടത്തൊരു വ്യൂ എടുത്ത് കഴിക്കുക. ആദ്യം വ്യൂവും DH എടുത്ത് കഴിക്കുക. എന്നിട്ട് നമ്മുടെ ന്യൂട്രി ചാർജ് കിഡിൻ്റെ ബോട്ടിലെടുത്ത് വായിക്കുക. എന്നാൽ അത്രയും ചെറുതായിട്ട് എഴുതിയാണ്, കുറേ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പം അതിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടത്. ഇല്ലേ സാറേ? സാറ് പറയും. അങ്ങനെയാണോ നമ്മളെല്ലാവരും? ഓക്കെ. ദെൻ അടുത്തത് ന്യൂട്രി ചാർജ് വുമൺ. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല. ഇതിൻ്റെ ഗുണഗണങ്ങൾ ഞാൻ പറയില്ല, അനുഭവിച്ചറിയുക. ലേഡീസ് അനുഭവിച്ചറിയുക. പക്ഷേ ന്യൂട്രി ചാർജ് വുമൺ നമ്മളൊരു പ്രോഡക്റ്റ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയേ, എളുപ്പമുണ്ട്. ന്യൂട്രി ചാർജ് വുമൺ ഫോർ ആർക്കാണ്? ഓൾ മെനിസ്ട്രേറ്റിംഗ് ഗേൾസ് ആൻഡ് വുമൺ. അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കി. അപ്പം നമുക്ക് ആർക്ക് കൊടുക്കാം എന്നുള്ളത് നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കും. ശരിയല്ലേ? അപ്പോൾ ആർക്കാണ്? പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത കുഞ്ഞുങ്ങൾ തുടങ്ങിയുള്ള എല്ലാ സ്ത്രീകളും അത് കഴിക്കുക. അത് പീരീഡ്സ് ഉള്ള സ്ത്രീകൾ കഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വന്നേക്കുന്നത്. തന്നെ അടുത്തത് സാറേ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ വളരെ കാര്യമായിട്ട് പറയില്ല. അതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളതല്ല, നമുക്ക് പ്രത്യേക ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം, മോസ്റ്റ് അവൈലബിൾ ഫോം ഓഫ് അയൺ ആണ്. സേഫ് ആൻഡ് മോസ്റ്റ് അവൈലബിൾ ഫോം ഓഫ് അയൺ. എന്താ സേഫ് എന്ന് അവിടെ എഴുതി വെച്ചാണേ? അയൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ അയൺ കയറ്റും ആശുപത്രി ചെല്ലുമ്പോൾ. നമ്മളത് തിരിച്ചറിയാൻ കുറേ വൈകും. പക്ഷെ അയൺ കൂടിപ്പോയാലും പ്രശ്നം. ശരീരത്തിൽ അയൺ കൂടിപ്പോയാലും പ്രശ്നം. അപ്പം സേഫായിട്ട് നമ്മുടെ ശരീരത്തിൽ ആ അയൺ എത്തുകയും ചെയ്യും. പിന്നെ എന്താണ്? നമ്മൾക്ക് ബയോ അവൈലബിൾ, നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് കിട്ടാൻ പാകത്തിനുള്ള അയണാണ് നമ്മുടെ ന്യൂട്രി ചാർജ് മുകളിൽ ചേർത്തേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ വെറുതെ കഴിച്ചോ ഞങ്ങൾ തന്നെ പ്രോഡക്റ്റില്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് വേണ്ടി ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ദഹിക്കാൻ പാകത്തിന്, ആഗിരണം ചെയ്യാൻ പാകത്തിനുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ബയോ അവൈലബിൾ ഫോമിലുള്ള അയണാണ് ചേർത്തേക്കുന്നത്. അയൺ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം അല്ലേ? അയൺ അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ മറ്റ് അയൺ സാധനങ്ങൾ നമുക്കറിയാം. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അയൺ വേണം. അത് ആവശ്യത്തിന് മതി, കൂടുതലും വേണ്ട, കുറവോട്ട് പാടില്ല. then അടുത്തത് നോട്ട് റെക്കമെൻഡഡ്. സോറി, അതിൽ തന്നെ നോക്കിയേ, നോട്ട് റെക്കമെൻഡഡ്. സാറേ ഫ്രണ്ടിലോട്ട് പറയും. ആണോ? ആർക്കൊക്കെ കഴിക്കണ്ടാത്ത? പുരുഷന്മാർ കഴിക്കണ്ട. ഒരു പ്രാവശ്യം കഴിച്ചു എന്ന് കരുതി പോലീസ് പിടിക്കൊന്നുമില്ല, കഴിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പുരുഷന്മാർ കഴിക്കണ്ട.
കൊച്ചുങ്ങളാണേലും പീരീഡ്സ് ആണേലും പിന്നെ പെൺകുട്ടികൾ അത് കഴിക്കണ്ട. അതുപോലെ തന്നെ മെനോപോസ് ആയാലും ആർത്തവം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അവരത് കഴിക്കണ്ട. കാരണം എന്തായിരിക്കും? അയണിന്റെ കണ്ടന്റ് 21 mg ഉണ്ട് ന്യൂട്രിചാർജ് വുമണിൽ. ന്യൂട്രിചാർജ് മെന്നിലോ 10. കണ്ടോ? മാഡത്തിന് കയ്യടി കൊടുക്കും നിങ്ങള്. അപ്പോൾ അത് മതിയെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ അയൺ നമ്മുടെ ഉള്ളിൽ ചെല്ലണ്ട. ഇത് ഞാൻ റോങ് മെസ്സേജ് അല്ല, തന്നെ റൈറ്റ് മെസ്സേജാണ്. ആ രീതിയിൽ തന്നെ എടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ മെനോപസ് ആയിട്ടുള്ള ലേഡീസിന് എന്ത് കൊടുക്കണം? അവിടെ കേട്ടെ. അടുത്ത് കൊടുക്കണം എന്തെങ്കിലും അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കണമെന്ന് സജസ്റ്റ് ചെയ്യണം. ഇത് റോങ് മെസ്സേജ് അല്ല, റൈറ്റ് മെസ്സേജ് ആയിട്ട് തന്നെ എടുക്കുക. അടുത്തത് സജസ്റ്റഡ് യൂസ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അപ്പം തന്നെ കഴിച്ചേക്കുക. കാരണം എന്താ? നമ്മുടെ വൈറ്റമിനൊക്കെ എന്തിനാ ലയിക്കണേ? ഫാറ്റിലും വാട്ടറിലും ഒക്കെയാണ്. വാട്ടറും ഫാറ്റും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ള സമയത്താണ് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ആഗീരണം വളരെ നല്ല രീതിയിൽ നടക്കും. അടുത്തത് മെൻ ആർക്കാന്ന് നോക്കിയേ, പറഞ്ഞു പഠിക്കാം. വീണ്ടും ഹെഡിങ് വായിച്ചോ. ഞാൻ വായിക്കില്ല. ഹെഡിങ് വായിച്ചോ. ന്യൂട്രിചാർജ് മാൻ ഫോർ, ഞാൻ തന്നെ വായിക്കാം. 12-year-old ബോയ്, അഡൽട്ട്, എൽഡർലി ആൻഡ് പോസ്റ്റ് മെനോപോസൽ വുമൺ. അപ്പോൾ എന്താണ്? ആർത്തവവിരാമം നിന്ന സ്ത്രീകൾക്കും പിന്നെ 12 വയസ്സ് തുടങ്ങി അങ്ങോട്ടുള്ള ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്ക്, പ്രായമാവുന്നവരുള്ളവർക്ക് കഴിക്കാം. അടുത്തത് നോക്കിയേ. അതിൻ്റെ ഗുണഗണങ്ങൾ എല്ലാവർക്കും അറിയാം, ഉപയോഗിച്ചറിഞ്ഞവരാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? 1 ടാബ്ലറ്റ് ഡെയിലി ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനകത്തൊക്കെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് അമിനോ ആസിഡ്സ് എസെൻഷ്യൽ ആയിട്ടുള്ളത് 3 ഉണ്ട്. ലേഡീസിൻ്റെ ആണെങ്കിൽ 5 ഉണ്ട്. അതുപോലെ തന്നെ ബൊട്ടാണിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിലൂടെ കേൾക്കണേ. അതുകൊണ്ട് ഞാൻ വേഗം പോകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല പറയാനുള്ള, കംപ്ലീറ്റ് കവർ ചെയ്യണം. ഇനി നമ്മൾ PVMF ബ്രേക്ക്ഫാസ്റ്റിൽ അപ്പം നമ്മൾ വൈറ്റമിൻസും മിനറൽസും നമ്മൾ കഴിച്ചില്ല എല്ലാവരും? ന്യൂട്രിചാർജ് മെൻ കഴിച്ചവരുണ്ട്, വുമൺ കഴിച്ചവരുണ്ട്. DHA കഴിച്ചില്ലേ? ഇത്രയും കാര്യം നമ്മൾ കഴിച്ചു. കൊച്ചുങ്ങൾക്ക് എന്തും കൊടുത്തു? കിഡ് മാത്രം കൊടുത്തോളാം. DHA ഏതാച്ചാ അതും കൊടുത്തു. അടുത്തത് ന്യൂട്രിചാർജ്. ഇനി ഏതാ വേണ്ട നമുക്ക്? ഇനി നമ്മൾ എന്താ കഴിക്കാൻ പോണേ? വേണ്ട ആർക്കും? എൻ്റെ പൊന്നെ, ഞാനിതൊന്നും അറിയാണ്ടാണ് ഈ കറുകുറ്റിയിൽ ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്യണതിന് മുന്നേ ഇവിടെ തന്നെ വന്നത്. നോബൽ സാർ എന്നെ കൊണ്ടുവന്നു. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇത് RCM ആണെന്നോ ഇതിലൊരു ബിസിനസ് സാധ്യത ഉണ്ടെന്നോ അങ്ങനെ ഒന്നും അറിയാത്ത ദിവസമാണ് എന്നെ കൊണ്ടുവന്നത്. 2 ദിവസം അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഉച്ചയ്ക്ക് തന്നത് ഈ സാധനമാണ്. ഒരു ഗ്ലാസ്, 1/2 ഗ്ലാസ് ഏതാണ്ട് ഇത് തന്നു. ഞാൻ ഓർത്തത് സ്ട്രോബെറി ആയിരുന്നല്ലേ. എനിക്ക് അന്ന് എന്തൊട്ട് സാധനമൊന്നും അറിയാൻ പാടില്ല. ഇതേ ഉള്ളൂന്ന്, ചോറൊന്നും ഇല്ലാന്ന്. നമ്മളൊന്ന് ആലോചിക്കുക എൻ്റെ അവസ്ഥ. നോബൽ സാർ എണ്ണ കുടിച്ചിട്ട് അതെന്ന് പറഞ്ഞ പോലെ ഞാനും ഇപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഇതെന്തൊട്ട് കാടികളോ എന്ന് വരെ വിചാരിച്ചു. പക്ഷെ അത് കഴിച്ചിട്ട് പിന്നെ വിഴുങ്ങിയ പോലെ ആയിരുന്നു. എൻ്റെ വിചാരത്തിൽ ചോറ് എന്നല്ലെങ്കിൽ വിശക്കൂല്ലേ? നമുക്ക് ഇച്ചിരി സൈക്കോളജി വരും. എന്താ? ചോറൊന്നുമില്ല, എനിക്കൊന്ന് വിശക്കും. ചോറൊന്നുമില്ല, എനിക്കൊന്ന് വിശക്കും. എവിടെ വിശക്കണില്ല? എന്താ കാര്യം? പ്രോട്ടീനാണ് ചെന്നത്. അന്ന് ഇതൊന്നും അറിയാതെ കഴിച്ചു. പക്ഷെ ഇപ്പം നമ്മൾ അറിഞ്ഞ് കഴിച്ചു, അറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കണു. അപ്പോൾ എന്താണ് ഇതിനകത്ത്? നമ്മൾ സ്റ്റാമിന മെയിൻറ്റെയിൻസ് ആൻഡ് റീറ്റെയിൻസ് മസിൽസ്. പ്രോട്ടീൻ പൗഡർ അതിന് മതി അല്ലേ? ഞാൻ ലാസ്റ്റ് പോർഷൻ വായിച്ചത് എന്തിനാണെന്നറിയാവോ? ഇത് മാത്രമേ ജനങ്ങളിൽ അറിയുള്ളൂ. പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് ആരാ? അർജുൻ സാറ് ജിമ്മിൽ പോണവർ. എന്തിനാ? സ്റ്റാമിന മെയിൻറ്റെയിൻസ് ആൻഡ് റീറ്റെയിൻ മസിൽസ്. മസിൽ വേണം. ഞാൻ കാണിച്ച ഒന്നും ആവില്ല, ഭാഗ്യം കോട്ടുണ്ട് അല്ലെങ്കിൽ വലുതായത്. അപ്പോൾ സ്റ്റാമിന മെയിൻറ്റെയിൻസ് ആൻഡ് റീറ്റെയിൻ മസിൽസ് എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ പൊതുജനങ്ങളിലുള്ളൂ. ഇത് മാറ്റണോ? നമ്മൾ നേരത്തെ കണ്ടു പ്രോട്ടീൻ്റെ സ്ലൈഡിൽ. എന്താ കണ്ടേ മാഡം? 90% ആൾക്കാർക്കും ഡെയിലി റിക്വയർമെന്റ് എത്ര വേണം പ്രോട്ടീൻ എന്നറിയാൻ മേല. 73% ആൾക്കാരും എന്താണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാന്ന് കണ്ടു. കാരണം ഒരൊറ്റ കാര്യമുള്ളൂ, ആരും പ്രോട്ടീൻ പൗഡർ എടുക്കൂല. കാരണം അത് ജിമ്മന്മാർക്കുള്ളതാ അല്ലേ? ആണോ? RCMകാര് പറ അല്ല, നമ്മൾ ലീഡേഴ്സ് പറ. അതിന്റെ കാര്യങ്ങൾ ആൾക്കാരെ ബോധവൽക്കരിക്കുക. നമ്മുടെ അയൽവക്കത്തുള്ളവരെ, നമ്മളുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, നമ്മളുടെ ഓരോരുത്തരെയും നമ്മളായിട്ട് ഇടപെടുന്നവരെയും ബോധവൽക്കരിക്കുക. അപ്പൊ സാറ് പറഞ്ഞ ടോപ്പിക് എന്താണ്? അത് തന്നെ നിങ്ങൾ പഠിച്ചില്ലേ? അതിവിടെ നടക്കും. ക്ലിയർ ആയോ? തന്നെ അടുത്തത് അപ്പൊ അതിന്റെ യൂണീക് ഫീച്ചേഴ്സ് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? അതും മണിയായി. എങ്ങനെയാ കഴിക്കണ്ടേ? എളുപ്പമാണ്. അടുക്കള കയറി കുക്ക് ചെയ്യൊന്നും വേണ്ട. എന്താ കാര്യം? വീട്ടിലെ പിള്ളേരെ നോക്കിക്കോളൂ. ആ സമയം കൂടെ നമുക്ക് RCMൽ വർക്ക് ചെയ്യാം. എന്താ ചെയ്യണ്ടേ?
ഞാനൊക്കെ ഇപ്പൊ അതൊക്കെ കുറെയൊക്കെ ചെയ്യണം, അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങൾക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ തോന്നണല്ലേ? അപ്പൊ എന്താ, 1 sachet ഡെയിലി ഇൻ ദ മോർണിംഗ്. ഒരു സാഷ പൊട്ടിക്കുക, പാലിൽ കളിക്കുക, അങ്ങോട്ട് കുടിക്കുക അല്ലേ? ഇല്ല, വേണ്ടാത്തവർക്ക് വെള്ളത്തിൽ കളിക്കാനും കുടിക്കുക. സംഭവം നമുക്ക് വേണ്ടത് കിട്ടും. അപ്പൊ 2 ഫ്ലേവറിലുണ്ട്. ഇത് നമുക്കിവിടെ ഒരു ധാരണയുണ്ട്. കൊക്കോ പ്രോഡക്റ്റ് ആർക്കുള്ളതാ? അയ്യോ, സാറിന് നോക്കിയാൽ ഉത്തരം പറഞ്ഞല്ലോ. കൊക്കോ പ്രോഡക്റ്റ് ആർക്കുള്ളതാ? പുരുഷന്മാർക്ക്. സ്ട്രോബെറി പ്രോഡക്റ്റ് ആർക്കുള്ളതാ? സ്ത്രീകൾക്ക് അല്ലേ? ആ ധാരണ നമ്മളങ്ങനെ തിരുത്തുക. ഇത് ആർക്ക് വേണമെന്ന് അങ്ങോട്ടൊക്കെ കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി സ്ട്രോബെറി പ്രോഡക്റ്റിൽ എന്തും കൂടെ ഉണ്ട്? സ്ട്രോബെറി ഉണ്ട്, അത് ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. വേറൊരാളും കൂടെ ഉണ്ട്. എന്തുട്ടാ? അവിടെ വായിച്ചു നോക്ക്, വായിക്കേ. നിങ്ങൾ ഉറങ്ങും അല്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കണത്. എന്തൊരു ശല്യം അതൊന്നും വിചാരിക്കില്ലേ? എന്തെന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ. നിങ്ങളാരും ക്ലാസ് എഴുതി പരീക്ഷ എഴുതാനുള്ളവരല്ല, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളവരാ, അവരെ നമ്മളെ പോലെ ആക്കാനുള്ളവരാ. അപ്പൊ എന്തുട്ടാ അതിനകത്തുള്ളത്? ഇതേ കളറുള്ളൊരു സാധനമുണ്ട്. എന്തുട്ടാ? ബീട്രൂട്ടിന്റെ പൗഡർ അവിടെ ഉണ്ട്. അതിനകത്ത് റിയൽ ബീട്രൂട്ട് ഉണ്ട് അതിനകത്ത്. ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? ഒരു സത്യം പറയട്ടെ, ഞാൻ ഇന്നലെ അറിഞ്ഞേ. ഉള്ള കാര്യം പറയണമല്ലോ, എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ ആരും ഇങ്ങനെ കൺഫസ് ചെയ്യില്ലേ? അറിയണ എത്ര പേരുണ്ടായിരുന്നു? ബീട്രൂട്ട് പൗഡർ ഉണ്ടെന്ന് അറിയണ എത്ര പേര്? നോക്കിയേ സാറേ. എന്നിട്ട് ഇപ്പൊ അറിഞ്ഞ കുഴപ്പമില്ല, എന്റെ ലീഡർ അറിഞ്ഞ്. അയ്യോ, ലീഡറിനെ ഞാനൊരു കാര്യം പഠിപ്പിച്ച്, എനിക്ക് സന്തോഷമായി. കണ്ട, അപ്പോ ഈ ബീട്രൂട്ട് പൗഡർ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ വെറുതെ വരച്ചുണ്ടാക്കിയതല്ല, കമ്പനിയുടെ സൈറ്റിൽ നിന്നുള്ളതാട്ടോ. ഓക്കെ, തന്നെ അടുത്ത ആളാരാ? വെള്ളമാണോ? ഇച്ചിരി നേരം വെള്ളം കുടിക്കുമ്പോണ്ടായിരിക്കാൻ. താങ്ക് യു. അപ്പൊ ഇതെന്താ? ഇത് വായിക്കി. ഇതാർക്കാ കഴിക്കണ്ടേ? ആർക്കൊക്കെയാ? പ്രഗ്നന്റ് വുമൺ. നമ്മളാരും വായിക്കില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ തലയിലോട്ട് തന്നെ അതിന്റെ അലയൊലി വരണത്. നമ്മൾ പാട്ടൊക്കെ എങ്ങനെയാ പഠിക്കണത്? എഴുതിയാണോ പഠിക്കണേ? കേട്ട് പഠിക്കും. പാടി പഠിക്കും. ഒന്ന് പറഞ്ഞു നോക്കിയേ. പ്രഗ്നന്റ് വുമൺ കഴിക്കണം, നഴ്സിംഗ് മദേഴ്സ് കഴിക്കണം, ടീനേജിലുള്ളവർ കഴിക്കണം, അഡൽട്ട് ആയിട്ടുള്ളവർ കഴിക്കണം, എൽഡർലി ആയിട്ടുള്ളവർ കഴിക്കണം. അപ്പൊ ഒരു മനുഷ്യൻ വേണ? ഞാനിതാ കഴിക്കണം കേട്ടോ. അതിന് പറഞ്ഞ ഗുണം കൂടുതലുണ്ട്. മസിൽ മാസ് കൂടും. അതൊക്കെ പോട്ടെ, വായിച്ചു നോക്കിയേ. എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കൂടുതലുണ്ടോ എന്ന് നോക്കിയേ. മറ്റേ പ്രോട്ടീൻ പൗഡറിനേക്കാളും കൂടുതലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ജോലി എവിടെയാന്ന് പറഞ്ഞേ? അപ്പൊ അവിടെ പോകുമ്പോ എന്തും കൂടെ നോക്കണം. എനിക്കാണെങ്കിൽ ഫംഗൽ സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ആളാ. അപ്പൊ ഞാൻ ഇതങ്ങോട്ട് എടുത്ത എന്താ ഗുണം? റിലീഫ് ഫ്രം കോൾഡ്, കഫ് ആൻഡ് ചെസ്റ്റ് കൺജഷൻ വെൻ കൺസ്യൂംഡ് ഇൻ ഹോട്ട് മിൽക്ക്. ഓരോ പ്രോഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരിലും അത് കൊടുക്കാൻ എളുപ്പമുണ്ട്. ആണോ? ഓരോ പ്രോഡക്റ്റിന്റെയും മെയിൻ റോള് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പഠിക്കാനുണ്ടല്ലേ, കുറെ പഠിക്കാനുണ്ടല്ലേ. ഇതറിഞ്ഞെങ്കിൽ വരില്ലായിരുന്നു അല്ലേ? അതാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിന്റെ ഓരോ പോയിന്റും നമ്മൾ അറിഞ്ഞിരിക്കുക. അതിനുള്ള എളുപ്പവിദ്യ ഞാൻ ലാസ്റ്റ് പറയാട്ടോ, സ്ലൈഡിലില്ല, എന്നെ ഓർമ്മിപ്പിക്കണേ. തന്നെ അടുത്തത്. അപ്പൊ ഇതിന്റെ യുണീക്ക് ഫീച്ചേഴ്സ് കുറെ നമുക്കുണ്ട്. അതിൻ്റെ അകത്ത് കണ്ടോ, കേസറും പിസ്തയൊക്കെ റിയൽ അത്ര പ്രീമിയം ക്വാളിറ്റി. നമ്മുടെ RCMന്റെ എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ്. എത്ര പേർക്ക് കാശുണ്ട് ഈ സാധനമൊക്കെ മേടിക്കാൻ? പുറമെയുള്ള ആൾക്കാർക്ക്. നമ്മൾ പോട്ടെ, പുറമെയുള്ള ആൾക്കാർക്ക് എത്ര പേർക്ക് കാശുണ്ട് പിസ്തയും മറ്റേ കുങ്കുമപ്പൂവൊക്കെ മേടിക്കാൻ? പ്രഗ്നന്റ് ആകുമ്പോൾ ആരെങ്കിലും ഒക്കെ കൊണ്ടു തന്നല്ലേ? അല്ലേ മാഡത്തിന് തരാൻ വഴിയില്ല, വെളുത്തതല്ലേ? പ്രിയ മാഡത്തിന് തരാൻ വഴിയില്ല. അപ്പൊ അല്ലാത്തവര് കൊച്ചു വെളുത്തതാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉറക്കം പറയണില്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ കുറെ പ്രീമിയം ക്വാളിറ്റീസ് ഉണ്ട്. 6.4 gram പ്രോട്ടീൻ ആ ഒരു സ്കൂപ്പിലുണ്ട്. മറ്റേതിൽ എത്രയായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. എത്രയായിരുന്നു? അടുത്താണ്. അതിലൊരു പോയിന്റ് ഒക്കെ ഉണ്ട്. സാരമില്ല, നമ്മൾ പഠിക്കുക. ഞാനീ പറയണില്ലേ, മാറ്റണ്ടാട്ടോ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അവർ കണ്ടുപിടിക്കട്ടെ. then അടുത്തത് ന്യൂട്രി ചാർജ് വെജ് ഒമേഗ. ഇത് അത്യാവശ്യം എല്ലാവരും കഴിക്കണ്ടാവും. DHA അങ്ങോട്ട് മറന്നിട്ട് വെജ് ഒമേഗ എല്ലാവരും കഴിക്കണ്ടാവും അല്ലേ? വെജ് ഒമേഗ കഴിക്കുന്നവർ കൈവക്കാൻ ഞാൻ പറയണില്ല, കാരണം എല്ലാവരും 2 കൈ പോകും. അപ്പൊ അതിന്റെ ഗുണഗണങ്ങൾ അറിയുന്ന ആൾക്കാരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അതെങ്ങനെയാ കഴിക്കേണ്ടത്? 200 നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക. കാരണം ബാക്ടീരിയ ആണോ? നമ്മൾ പരിസ്ഥിതി പറഞ്ഞ പോലെ. എന്തിനാ അത് അങ്ങനെ കഴിക്കണേ? എന്തിനാ? ശരിക്കും അബ്സോർബ് ആവാൻ, നമ്മുടെ ഫുഡ്
മാക്രോ ന്യൂട്രിയന്റ് നമ്മൾ പഠിച്ചില്ലേ? ആ മാക്രോ ന്യൂട്രിയന്റില് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാറ്റി ആസിഡ്, omega-3 ഫാറ്റി ആസിഡ് ആണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആ ദഹന പ്രക്രിയ ഇതിന്റെ ഒപ്പം തന്നെ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫുഡിന്റെ ഒപ്പം തന്നെ ഇത് കഴിക്കാൻ പറയുന്നത്. ഇനി അടുത്തത്, അതിന്റെ ഗുണങ്ങൾ അറിയാം, ഞാനത് നീണ്ടു പോണില്ല. 1 മണിക്കൂറായോ സാറേ? 1 മണിക്കൂറായില്ല. ദെൻ അടുത്തത് കണ്ണിന്റെ ആരോഗ്യത്തെ പറ്റി. അവനോൻ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂ അല്ലേ? അപ്പോൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇന്റർനാഷണലി അവൈലബിൾ ആണോ എന്ന് വെച്ചാൽ അത് സംശയത്തിലാണ്. ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ്. കാരണം എന്താ? ഇതിന്റെ കണ്ടന്റ് ഏതാ? കണ്ണിന് വേണ്ടത് മാത്രമായിട്ടുള്ള കണ്ടന്റ്. ലൂട്ടിനും സിയാസാന്തിനും നമ്മുടെ ന്യൂട്രിചാർജ് കിഡിലൊക്കെ ഉണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പാകത്തിന് 1 ഗ്രാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഈ വ്യൂവിൽ ഒരു ഗുണമുള്ളത് എന്താണ്? ആ വ്യൂവിൽ നമ്മൾക്ക് കണ്ണിന്റെ ആരോഗ്യം ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇഷ്ടം പോലെ ഡീജനറേഷൻ, കണ്ണിന്റെ സെല്ലുകൾ, റെറ്റിനയ്ക്കകത്ത് സെല്ലുകൾ, കാഴ്ചശക്തിയെ ബാധിക്കുന്ന കോശങ്ങൾ നശിക്കാനുള്ള ചാൻസ് കൂടുതലായി. നോക്കിയിരിക്കുമ്പോൾ, ഈ മൊബൈലിൽ നോക്കുമ്പോൾ, നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ സൂര്യന്റെ അടുത്തോട്ടൊന്ന് നോക്കിയാൽ അങ്ങോട്ട് നോക്കില്ല എങ്കിൽ പോലും എങ്ങനെ നമ്മൾ ഇടപെടണോ ആ രീതിയിൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആരാ? ഹാർട്ട് പണിയെടുക്കും, അല്ലെങ്കിൽ നമ്മളില്ല, സമ്മതിച്ചു. ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആരാ? കണ്ണും പിന്നെ ലിവറുമാണ്. ഈ കണ്ണ് എക്സ്റ്റേണലി നമ്മുടെ ഈ ലോകം കാണാൻ ഉപയോഗിക്കുന്ന കണ്ണ്, ഞാനൊരു ഇതിൽ പറഞ്ഞ പോലെ, എപ്പോഴായിരുന്നു പണ്ട് കാലത്ത് കാരണവന്മാര് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നേ? ഞങ്ങളുടെ നാട്ടില്, ഞങ്ങളൊരു വളരെ ചെറിയൊരു ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, സാറ് നോക്കിയാരണം, ഗ്രാമം എന്ന് പോലും പറയണില്ല. അങ്ങനത്തെ ഒരു നാട്ടില് കറണ്ടൊന്നും ഇല്ലാത്തൊരു നാടായിരുന്നപ്പോൾ 7:30 മണിയോടുകൂടി എല്ലാവരും ഉറങ്ങും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങിയിരിക്കും. ആ കണ്ണിന് റെസ്റ്റ് കിട്ടിയോ ഇല്ലയോ? യെസ്. പക്ഷെ ഇപ്പൊ കണ്ണിന് എപ്പോഴാ റെസ്റ്റ്? അവിടെയാണ് പ്രശ്നം. ഈ 2 കുഞ്ഞിക്കണ്ണിനെ നിങ്ങൾ കണ്ണേ കരളേ എന്നൊക്കെ വിളിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ പണിയെടുപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ന്യൂട്രിചാർജ് വ്യൂ നിങ്ങൾ ഒഫ്താൽമോളജിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കണില്ല? അവരിതേ പറ്റി പഠിക്കും. അവർ ഈ പ്രോഡക്റ്റിന്റെ ഗുണം നമ്മളെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കും. കാരണം ഇന്റർനാഷണലി ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് സംശയമാണ്. അത്രയും നല്ല രീതിയിൽ ഗ്ലൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ കണ്ടന്റ് ഇല്ലാത്തതുണ്ട്. എന്തിനൊക്കെയാ കണ്ണിന്? ഇപ്പം നമ്മൾ പറഞ്ഞു മൊബൈൽ ഉപയോഗം, കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഏജ് റിലേറ്റഡ്, സൂര്യൻ്റെ നേരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കഴിക്കും അല്ലേ? ഈ ഒരു പ്രായമുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ചെറുപ്പക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കണ്ണ് കഴിക്കില്ല. നിങ്ങളൊക്കെ കുഞ്ഞിലെ ഇങ്ങനെ നോക്കി നിന്നിട്ടില്ലേ അല്ലേ? നല്ല സൂര്യനുള്ളപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ഉച്ചയ്ക്കാകുമ്പോൾ ഇങ്ങനെ ഒന്നും ആവുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ വാക്ക് പറയണ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചാലക്കുടിക്കാർക്ക് ഇല്ല, കണ്ണ് കഴപ്പെന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു പ്രശ്നം വരാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പം കണ്ണിൻ്റെ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യൂ കൊടുക്കുക, മറ്റുള്ളവർക്കും ഇത് കൊടുക്കുക. ദെൻ അപ്പം അതിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് നോക്കുക. 20 mg ലൂട്ടിനും 4 mg സിയാസാന്തിനുമാണ് ക്ലിനിക്കലി റിസർച്ച് ചെയ്ത് കണ്ണിന് വേണ്ട ആ പോഷകം 20ഉം 4ഉം അളവിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. തോന്നിയ മാതിരിയല്ല, അത്രയും 20ന് 20, 4ന് 4 ആ കണ്ടന്റ് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ബീറ്റ കരോട്ടിനും വൈറ്റമിൻ ഇ, പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് പേറ്റന്റ് ടെക്നോളജി ഫ്രം USA കുറേ ഉണ്ട് കേട്ടോ. എങ്കിൽ പോലും ഇതൊന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് ശേഷമെങ്കിലും ഒരു ന്യൂട്രിചാർജ് വ്യൂ, അവരവൻ്റെ കണ്ണ് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് രാവിലെ ഇപ്പം എത്ര മണിക്ക് എഴുന്നേൽക്കുക? 7 മണിന്ന് കൂട്ടിക്കോ. 7 മണി തുടങ്ങി രാത്രി 12, 1 മണി, 2 മണി വരെ പണിയെടുക്കണതല്ലേ? ആ ഭക്ഷണം ഒരു ഇച്ചിരി കൊടുത്തൂടെ? നിങ്ങൾ വയറിൽ നിറച്ച് ബിരിയാണി കഴിക്കണവരല്ലേ? ആ കണ്ണിനൊരു ഇച്ചിരി ഭക്ഷണം കൊടുത്തൂടെ? കണ്ണേന്ന് വിളിക്കണ്ട്. കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറുണ്ട്. സിസ്റ്റം യൂസ് ചെയ്യണത്, സിസ്റ്റം നന്നാക്കണ ആളവിടെ നിന്ന് നോക്കണല്ലേ അല്ലേ? ആണോ? ചിന്തിക്കുക, അവനവൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുക. ന്യൂട്രിചാർജ് വ്യൂ ഇല്ലാത്ത ഒരു ദിവസം എനിക്കുണ്ടാവരുത്, എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടാവരുത്. ഞാനിതെല്ലാവരോട് എത്തിക്കും. ഓക്കെ, തന്നെ അടുത്തത്. ഇതിപ്പോൾ ഇനി പറയാനില്ലല്ലോ. ഇവിടെ കറുത്ത ഗുളിക ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിക്കും. ഒട്ടും ഇഷ്ടമില്ല കഴിക്കാനെങ്കിൽ പോലും കൂട്ടത്തിലുള്ള ആളുകൾ ഒരു പക്ഷേ ചെറിയൊരു ജലദോഷം വന്നാൽ അവർക്കറിയാം, ചെറിയൊരു തലവേദന വന്നാൽ അവർക്കറിയാം, എൻ്റെ അടുത്ത് വരും, മാഡം ആ കറുത്ത ഗുളിക വരുമോ ചോദിക്കും. അല്ലാതെ അവർ കഴിക്കൂല. എത്ര പറഞ്ഞാലും കഴിക്കണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എപ്പോഴാണ് മനസ്സിലായത്? അവൻ ചേട്ടായി പോയാ അടുത്ത വലിയ ചേട്ടായി വരുന്നുണ്ടെന്നാണ് കേട്ടത്. ശരിയാണോ?
ആരെങ്കിലും കേട്ടായിരുന്നോ? കേട്ടില്ല? വന്നിട്ടുണ്ടെന്ന് ഞാനിത് അനൗൺസ് ചെയ്തതൊന്നുമല്ല കേട്ടോ, ഞാൻ മുഖ്യമന്ത്രിയൊന്നുമല്ല, ഞാനിങ്ങനെ കേട്ട ഒരു കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇനി അതിലും വലിയ ചേട്ടായി വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. നമുക്ക് ഏത് ചേട്ടായി വന്നാലും, നിപ്പ വന്നാലും, കൊറോണ വന്നാലും, ആര് വന്നാലും നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പട്ടാളം റെഡി ആവണമെങ്കിൽ എന്ത് വേണം? ഉള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണം. യുദ്ധം വരുമ്പോൾ എന്താ ചെയ്യണം സാറേ? കുറച്ചുകൂടെ റെഡിയാവും. അല്ലേലും ഉണ്ട് പട്ടാളക്കാർ, നമ്മുടെ ന്യൂട്രിചാർജ്, മെന്ന്, വുമണ്, പ്രോട്ടീന്, പിന്നെ DH എല്ലാം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ എന്തും കൂടെ എടുക്കും? S5 കൂടെ എടുക്കും. നമ്മുടെ പട്ടാളം ഒന്നുകൂടെ റെഡിയാവും. അപ്പം പട്ടാളക്കാർക്ക് ഭക്ഷണം കൊടുക്കണോ വേണ്ടയോ? നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സെക്ഷനിലൊക്കെ പല ഗവൺമെന്റ് ഓഫീസുകളൊക്കെ പല സെക്ഷൻ ഉണ്ട് അല്ലേ? എന്ന് പറയാൻ അവിടെയൊക്കെ എങ്ങനെയാ പല സെക്ഷനിലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ പല സെക്ഷൻ ഉണ്ട്. നെർവസ് സിസ്റ്റം ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ദഹനേന്ദ്രിയ വ്യൂഹം ഉണ്ട് അല്ലെ? ഇങ്ങനെ പല സിസ്റ്റം ഉണ്ടെങ്കിൽ അതുപോലെ ഒരു സിസ്റ്റമാണ് ഏത്? ഇമ്മ്യൂണിറ്റിയുടെ സിസ്റ്റം. ആ പട്ടാളക്കാർക്ക് ആവശ്യത്തിന് എനർജി കൊടുക്കണമെങ്കിൽ എന്ത് വേണം റോജ മാഡം? നമ്മൾ S5 കഴിക്കണം. S5 ഒരു ബുദ്ധിമുട്ടാണ് കഴിക്കാൻ എന്നൊക്കെ പറയും. പക്ഷേ ഗുണമുള്ള സാധനം നമ്മൾ ബുദ്ധിമുട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഭക്ഷണത്തോടൊപ്പം ഭക്ഷണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഓരോ വാക്കിനും അർത്ഥമുണ്ട് അവിടെ. നേരത്തെ നമ്മൾ കണ്ടു പോസ്റ്റ് മീൽ, ആഫ്റ്റർ ഫുഡിന് ശേഷം നിങ്ങൾ വ്യൂ കഴിച്ചോളൂ എന്ന് കണ്ടു. പക്ഷെ ഇവിടെ എന്താ ഒരു വാക്ക് വന്നിട്ടുണ്ട്? എന്താ എഴുതിയേക്കണേ? ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് മീൽ. എന്താ പ്രശ്നം അതിന് അങ്ങനെ എഴുതിയേക്കണേ? എന്താ കാര്യം? അതിനൊരു തകട്ടി വരണ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പവർഫുൾ ആയിട്ട് തീവ്രമായിട്ടുള്ള ഈ കരിഞ്ജീരകം തുടങ്ങിയ എല്ലാ കണ്ടന്റും അതിനകത്തുണ്ട്. നമ്മളുടെ ആ പട്ടാളക്കാരെ റെഡിയാക്കി നിർത്തണമെങ്കിൽ ഇത് നമ്മൾ കഴിക്കണം. പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കഴിക്കാനാണ് കമ്പനി എന്ത് പറഞ്ഞു തന്നത്? ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് മീലും, ഭക്ഷണത്തിന് ശേഷം ഉടനെ അങ്ങനെ കഴിച്ചോളുക. ആർക്ക് കഴിക്കാൻ പാടില്ല? ഇത്രയും തീവ്രമായിട്ടുള്ള സാധനം ആയതുകൊണ്ട് ആർക്ക് കഴിക്കാൻ പാടില്ല? കാരണം എന്താണ്? ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസുകളൊക്കെ വരാം. അപ്പോൾ പ്രഗ്നന്റ് വുമണ് വേണ്ട, ലാക്ടേറ്റിംഗ് മദേഴ്സ്, ഇത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിനും വയറിന് പാലിലൂടെ കുഞ്ഞിന് കിട്ടാം. അപ്പം അതുകൊണ്ട് മുല കിട്ടുന്ന അമ്മമാരും അത് കഴിക്കണ്ട. ദെൻ കപ്പിൾസ് ഹു ആർ പ്ലാനിങ് എ ഫാമിലി ഇപ്പോൾ പ്ലാൻ ചെയ്യണമെങ്കിൽ, കൺസീവ് ആവാൻ, പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ആ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അത് കഴിക്കണ്ട. ഓക്കെ. ദെൻ അടുത്തത് ബയോ ഏജ്. ഇഷ്ടമുള്ള സാധനമാണോ ബയോ ഏജ്? പുരുഷന്മാർ കൂടുതൽ പറയും. കാരണം എന്താ? അവിടെ സാറ് ചിരിച്ചു കഴിഞ്ഞു. RCMന്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്താണ്? ലഹരി നിർമ്മാർജ്ജനം. അതിന് പണ്ടൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതിന് പരിഹാരം RCMൽ ഉണ്ടോ? എന്ത് പറ്റിപ്പോയി? ഇനിയിപ്പോ എന്ത് ചെയ്യാ? തിരിച്ചെടുക്കണോ? യെസ്. ആരെ തിരിച്ചെടുക്കണോ? ആരെ തിരിച്ചെടുക്കണ്ടേ? ഞങ്ങള് ലേഡീസ് തന്നെ ഇത് പറയണോട്ട്. ആരെ തിരിച്ചെടുക്കണ്ടേ? കരളിനെ ഇങ്ങോട്ട് തിരിച്ചെടുക്കണം. കരളിനെ കരളാക്കി തിരിച്ചെടുക്കണം. പണ്ട് നമ്മൾ ജനിക്കുമ്പോ ഏത് കളറായിരുന്നു ആ കരളിന്? ഏത് കളറാ നിങ്ങൾക്ക് ഇഷ്ടം? ആര് പറഞ്ഞു? ആർക്ക് പറയാ ഏത് കളറായിരുന്നു? പിന്നെ ഞങ്ങളത് കരളെന്ന് വിളിച്ചെങ്കിൽ ഇപ്പൊ ഇതിന്റെ കളർ അറിയണല്ലേ? റെഡായിരുന്നു. പക്ഷെ കയ്യിലിരിപ്പ് കൊണ്ടും നമ്മൾ മായം കലർന്ന ഫുഡ് കഴിച്ചുകൊണ്ടും നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ മറ്റുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും എന്തൊക്കെ നമ്മൾ ടോക്സിക് സാധനങ്ങൾ ചെന്നു, ഇതെല്ലാം ഒന്ന് നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന പാവം ലിവറിന് പണി കിട്ടി. ഇപ്പം ഏത് പരിവായി? ഫാറ്റി ലിവർ കേട്ടിട്ടുണ്ടല്ലോ. അവസാനം പരിഹാരം എന്താ? ലിവർ ട്രാൻസ്പ്ലാന്റ്. എത്ര ലക്ഷം? ഒരു ഡയമണ്ടിന് വരുമാനം എത്രയാ? 25 ലക്ഷം. പോരാ. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റിന് അത് പോരാ. 50 വേണ്ട, ഇച്ചിരി കൂട്ടിയാൽ മതി. ഞാൻ എല്ലാ ആശുപത്രിയിലും പല റേറ്റ് ആയിരിക്കും. എന്ത് വന്നാലും ഒരു ഡയമണ്ടിന് സാറേ പ്രശ്നമുണ്ടാ? ഇല്ല. അപ്പോൾ ഒരു ഡയമണ്ടിന് കിട്ടണ ക്യാഷ് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ വേറൊരാളുടെ ലിവർ അങ്ങോട്ട് എടുത്ത് വെക്കാം. അത് വേണോ? ഞാനൊന്നും പറയില്ല. അത് വേണോ? ബയോ ഏജ് വേണോ? ബയോ ഏജ് മാത്രം കഴിച്ചിട്ടിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടന്റുള്ള എല്ലാ ഫുഡും കഴിക്കുക, ലിവറിനെ ആ പരുവത്തിലോട്ട് എത്തിക്കാതിരിക്കുക. ഇനി പെട്ടുപോയി എന്നുള്ള ആൾക്കാർക്ക് ബയോ ഏജ് എടുക്കാം. എങ്കിൽ പോലും നമ്മളിത് ആരൊക്കെ എടുക്കണം എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. വീണ്ടും വായിച്ചോ? ഹെഡിങ് വായിച്ചോ? ഇച്ചിരി നീണ്ട ഹെഡിങ്ങാ.
ന്യൂട്രി ചാർജ് ബയോ ഏജ് ഫോർ പീപ്പിൾ എബോ 50 വയസ്സ്. 50 വയസ്സായവർ കൈവെക്കാൻ പറഞ്ഞാൽ ആരും കൈവെക്കൂല. അന്ന് അവനോ മനസ്സിൽ കുറിച്ച് 50 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളൊരു ബയോ ഏജ് ഒക്കെ ഒന്ന് എടുത്തോ ലിവറിനേക്ക് ഒന്ന് പുതുപുത്തനാക്കി വെക്കാം. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? പീപ്പിൾ സഫറിംഗ് വിത്ത് ഡൈജഷൻ ആൻഡ് ലിവർ പ്രോബ്ലം. ഓൾറെഡി ഡൈജഷൻ പ്രശ്നമൊക്കെ ഉള്ളവർ, കാരണം ലിവറിൽ നിന്ന് കുറച്ച് ജ്യൂസൊക്കെ വരണം, ആ സാധനമൊക്കെ വന്നാൽ മാത്രമേ ഡൈജഷൻ ദഹനം നന്നായിട്ട് നടക്കുള്ളൂ. ആ പ്രശ്നങ്ങളുള്ളവർക്ക് കഴിക്കാം. അതുപോലെ നമ്മുടെ ആൽക്കഹോള്, അതുപോലെ ടുബാക്കോ എന്ന് പറഞ്ഞാൽ വിൽക്കണ പരിപാടി, ദെൻ അതുപോലെ ആ 3 സംഭവമില്ലേ, ആ 3 സംഭവം ഉള്ളവർക്കും അതൊന്ന് നിർത്താനുള്ളൊരു ത്വരയും കൂടെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഒന്ന് കഴിക്കുക, മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക, എല്ലാവരെയും തിരിച്ച് ഒരു ആരോഗ്യവും സമ്പത്തും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു കുടുംബം വെക്കേണ്ട അവസ്ഥ വരും. അതിന് പകരം നമ്മളൊരു ബയോ ഏജ് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. സാറേ കഴിയാറായിട്ടോ? അടുത്തത്, അതിനകത്ത് കുറേ ഗുണങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അതിനകത്ത് നിങ്ങൾ നോക്കിക്കേ എത്രത്തോളം ബൊട്ടാണിക്കൽസ് ചേർത്തേക്കുന്നത്. 53ഓളം ബൊട്ടാണിക്കൽസ് ചേർത്തിട്ടുണ്ട്. ഡൈജസ്റ്റീവ് എൻസൈംസ്, ദഹനരസങ്ങൾ 16 ചേർത്തിട്ടുണ്ട്. അതുപോലെ പ്രോബയോട്ടിക് സ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല അണുക്കളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ധാരാളം ചെയ്തിട്ടുണ്ട്. 1 പ്രീബയോട്ടിക് സ്ട്രെയിൻ ഉണ്ട്. 72ഓളം ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത്രയും കഷ്ടപ്പെടുന്ന 500ഓളം പ്രവർത്തനങ്ങൾ നടത്തേണ്ട ലിവറിനെ നമ്മൾ വലിയ 8ന്റെ പണി കൊടുത്ത് ഒരു പരുവാക്കി വെച്ചേക്കണ ലിവറിനെ ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ഇത്രയും കണ്ടന്റ് വേണം. കഴിക്കണോ? കഴിച്ചോ. അവനവന് ആരോഗ്യം വേണമെങ്കിൽ കഴിച്ചോ. ആർക്ക് കഴിക്കാൻ പാടില്ല? പ്രഗ്നന്റ് വുമൺ, നഴ്സിംഗ് മദേഴ്സ്, അതുപോലെ കപ്പിൾസ് ഹു ആർ പ്ലാനിങ് എ ഫാമിലി. സെയിം. ഇനി എനിക്ക് സ്ലൈഡ് തെറ്റിപ്പോയതാണാവോ ദൈവമേ, അല്ലേ? അല്ല കേട്ടോ. അടുത്തത് എങ്ങനെ എടുക്കണം? ആഫ്റ്റർ ലഞ്ച് ഓർ ഡിന്നർ ഒരു ടാബ്ലറ്റ് കഴിക്കുക. ആ ടാബ്ലറ്റിൽ തന്നെ കളർ വ്യത്യാസമുണ്ട്. അതുപോലും ആ ടാബ്ലറ്റിനെ പോലും അവർ സെപ്പറേറ്റ് ചെയ്ത് ബൈലെയറായിട്ട് വെച്ചേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു റിയാക്ഷൻ നടന്നതിനുള്ള പൊട്ടൻസി കളയാതെ വളരെ ഭംഗിയായിട്ട് ഒരു സൈഡ് 53 ബയോഗ്രീൻ ന്യൂട്രിയൻസും ഇപ്പുറത്തെ സൈഡിൽ എൻസൈമും നമ്മൾ വായിച്ച സാധനങ്ങൾ ഡൈജസ്റ്റീവ് എൻസൈംസ്, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ് ഒക്കെ വെച്ചേക്കാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന ബാക്കി ന്യൂട്രിയൻസിന്റെ പ്രസൻസിൽ ആ അണുക്കൾ, നല്ല ഗുണമുള്ള അണുക്കൾ, നമ്മുടെ ശരീരത്തിൽ ചെല്ലേണ്ട നല്ല അണുക്കൾ ഒരുപക്ഷെ അതിന്റെ വയബിലിറ്റി കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവർ ബൈലെയർ ചെയ്താണ് ആ ടാബ്ലറ്റ് വെച്ചേക്കുന്നത്. അത്രയും സൂക്ഷ്മമായിട്ട് നമ്മുടെ കയ്യിലോട്ട് എത്തിച്ചു തരുന്ന ആ ടാബ്ലറ്റ് ഒന്ന് വാങ്ങിക്കൂ, പൊട്ടിക്കൂ, ഉപയോഗിക്കൂ, മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യൂ. then അടുത്തത് ഇതെങ്ങനെയുണ്ട് ഈ പടമൊക്കെ കണ്ടിട്ട്? അനാട്ടമി പഠിക്കാൻ വന്നിരിക്കുന്നതാണോ ഞങ്ങളിവിടെ? ആണോ? ഇതാണ് നമ്മുടെ ഹെൽത്തി ബോൺ. മറ്റേത് പ്രായമൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ കുറേ ഈ കൊക്കക്കോള, പെപ്സി ഒക്കെ കഴിച്ചുമ്പോൾ ഇച്ചിരിയും കൂടെ മുന്നേ ആവണ അവസ്ഥ. ഹോളിൻ്റെ വലിപ്പം കൂടി വരും. നമ്മുടെ എല്ലിൻ്റെ ഒരു അനാട്ടമിയാണ് കാണിക്കണത്. ആ ഛേദിച്ചിട്ട് കാണിക്കണതാണ്. അപ്പോൾ ശരിക്കും ഇരിക്കേണ്ട ഹെൽത്തി ബോൺ അങ്ങനെ. പക്ഷേ ഓസ്റ്റിയോപൊറോസിസ്, എല്ലിൻ്റെ കട്ടി കുറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതുപോലെ നമ്മുടെ സന്ധികൾ ഇങ്ങനെ ഇരിക്കും. വാഷർ, വണ്ടിക്കൊക്കെ വാഷർ ഇടുന്ന പോലെ നമ്മുടെ മുട്ടുകാലിനും നടുവിനും ഒക്കെ വാഷറുകളുണ്ട്. 2 എല്ല് തമ്മിൽ കൂട്ടി ഉരഞ്ഞു പോകാതിരിക്കാൻ. ഉരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എല്ലിൻ്റെ ഇത് കുറഞ്ഞു വരും, വേദനയും കൂടും. അപ്പം അതിന് വേണ്ടിയിട്ട് ദൈവം നമുക്ക് വാഷർ തന്നിട്ട്, വെളുത്ത കളറിലുള്ള വാഷറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടേതായ പ്രശ്നം, നമ്മളുടെ മരുന്നിൻ്റെ അമിത ഉപയോഗം, എക്സസൈസ് ഇല്ല, ഓവർ എക്സസൈസ്, പൊണ്ണത്തടി, സെഡൻഡറി ലൈഫ്, അതായത് അനങ്ങുമില്ല, വ്യായാമം ഇല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ വാഷർ അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങും. വണ്ടി കുറേ നാൾ വാങ്ങിച്ചിട്ട് ഓടിക്കാതിരുന്ന എന്ത് പറ്റും സാറേ? സ്റ്റക്കായി പോവും എന്ന് പറഞ്ഞ പോലെ. പിന്നെ എന്ത് ചെയ്യും? അതിനെ ഓയിൽ പൊഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ ഈ കയ്യും കാലും ഒക്കെ ഇങ്ങനെ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേ പ്രശ്നം വരും. വാഷറൊക്കെ അവിടെ അങ്ങോട്ട് ഇരുന്ന് ദ്രവിക്കാൻ തുടങ്ങും. ഈ വാഷറിൻ്റെ അകത്താണ് ആ ഓയില്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സൈനോവിയൽ ഫ്ലൂയിഡൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഈ വാഷറൊക്കെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിരിക്കേണ്ടതാ. പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവണില്ലല്ലോ. കസേരയിൽ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എഴുന്നേക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റോ കേട്ടോ ഇത് കേട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ആ വാഷർ പൊട്ടിപ്പോണ ഒരു അവസ്ഥ വരും. ആശുപത്രി ചെല്ലുമ്പോഴോ ആ വാഷറെല്ലാം പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വാഷർ മാറ്റി വേറെ വാഷർ, സ്റ്റീലിൻ്റെയോ വേറെ ഏതെങ്കിലും സാധനങ്ങൾ എടുത്ത് വെക്കും. കുറച്ച് ലക്ഷമൊക്കെ കൊടുക്കേണ്ടി വരും. ഒരു എമറാൾഡ്, സ്റ്റാർ എമറാൾഡിൻ്റെ അത്രയും വേണ്ടാന്ന് തോന്നുന്നു, ചിലടത്ത് വേണ്ടി വരും അല്ലേ? റെഡിയാണോ? അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കണം? ബീജെ നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ ബാക്കി കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാനൊരു പടം കാണിച്ച് ഒരു
കയറട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ ആ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തത്, നിങ്ങളുടെ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ PJയുടെ റോസ് ഹിപ്പ് എക്സ്ട്രാക്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനുവലിംഗ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതൊക്കെ എന്താണെന്ന് നോക്കിയേ, ബിൽഡ് സ്ട്രോങ്ങർ ബോൺസ്, ഓരോ കണ്ടന്റിനെ പറ്റി അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമല്ല, അതിനകത്തൊരു പ്രത്യേക കാര്യം പറയുന്നത് വൈറ്റമിൻ K27 ഉണ്ട്. കാരണം വൈറ്റമിൻ കെയുടെ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള വൈറ്റമിൻ കെ ആണ് അതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഇച്ചിരി റേറ്റ് കൂടുതൽ തോന്നും നിങ്ങൾക്ക്, പക്ഷെ അതൊരു റേറ്റേ അല്ല. നേരത്തെ കണ്ട വാഷർ മാറ്റി വയ്ക്കണ പരിപാടിയെക്കാളൊക്കെ നോക്കുമ്പോൾ എന്ത് റേറ്റ്, എന്ത് വേദന കുറവ്. അതൊക്കെ ഈ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമെന്നാണോ വിചാരം? ഡോക്ടർക്ക് ചെയ്താൽ പോരെ, നമ്മൾ ബോധമില്ലാണ്ട് കിടന്നാൽ പോരെ? അല്ലാട്ടാ, അത് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി, ട്രാക്ഷൻ ഇടല്, അത് ഇത് നല്ല പണിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് വണ്ടി പുറത്തോട്ട് ഇറങ്ങണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിലും നല്ല കാര്യമാണ്. ഇതിന് ചൊവ്വയാണ്, ടേസ്റ്റ് ഇല്ല, ആദ്യം കഴിക്കുമ്പോൾ വേദനയാണ്. എന്നാൽ ശരി, പോയി വാഷർ മാറ്റി വെച്ചാൽ ഒരു വേദനയില്ല, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മളിത് ചിന്തിക്കാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കണ്ടന്റുകൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് വില, ഇത്രയേറെ കണ്ടന്റ് ഉണ്ട്. വൈറ്റമിൻ കെയുടെ ഏറ്റവും നല്ല രൂപമായിട്ടുള്ള വൈറ്റമിൻ K27 ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് കഴിക്കണ്ടേ? ഇവർ കമ്പനി ഇതിൽ എഴുതിയേക്കുന്നത് 30 മിനിറ്റ് ഡിന്നറിന് മുന്നേ, 30 മിനിറ്റ് മുന്നേ, അരമണിക്കൂർ മുന്നേ നമ്മളിത് കഴിക്കുക. നമ്മൾ ഡിന്നർ എപ്പോഴാണ് കഴിക്കണേ? അതുകൊണ്ടാണ് രാജൻ സാറൊക്കെ പറയുന്നത് 5 മണിക്ക് 8 മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത് കഴിക്കാൻ. കാരണം ഡിന്നർ കഴിക്കണത് എപ്പോഴാ? 10 മണി കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. ഒന്ന് പറയാവോ? അല്ലാതെ കഴിക്കണവർ വളരെ കുറച്ച് പേര് കാണും. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി കാണാം നമ്മൾ കൂടുതൽ എപ്പോഴാണ്? ഡിന്നർ വൈകിയ. അപ്പോൾ ഡിന്നർ കറക്റ്റ് സമയത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു 30 മിനിറ്റ് മുന്നേ, അരമണിക്കൂർ മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ടാണ് 5 മണിക്ക് 8 മണിക്ക് മുന്നുള്ള സമയത്ത് ഇത് കഴിക്കാൻ പറയണത്. അപ്പോൾ അതിന് ശേഷം ആ ഒരു ടാബ് ഫോം എടുത്തതിന് ശേഷം അതിൻ്റെ സാഷേ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തിന് ശേഷം അത് കഴിക്കുക. ഇതെല്ലാം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മൾ ധാരാളം ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളത് ആരും മറക്കരുത്. കാരണം ഒരു സാധനം നമ്മൾ ഈ സിമൻറ്റും മണലും പിന്നെന്താ മെറ്റലും കൂടെ മിക്സ് ചെയ്യാൻ എന്ത് വേണം? വെള്ളം വേണം. വെള്ളം ആവശ്യമില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അത് വെച്ച് പണിത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ കൺസ്ട്രക്ഷനിലല്ലാന്ന് വർക്ക് ചെയ്യണേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, എങ്ങനെ ഇരിക്കും അത്? വലിയ കാര്യത്തിൽ നിൽക്കില്ല, അതിൽ പൊട്ടലൊക്കെ വീഴും. ആവശ്യത്തിന് വെള്ളം ഉള്ളിൽ ചെല്ലണം. വെള്ളം എത്ര വേണമെന്നൊക്കെ രാജൻ സാർ എപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇത് മറക്കരുത്. ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മളുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ബോഡി സ്കാനറിൻ്റെ ഒക്കെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും അറിയാം. തന്നെ അടുത്തത് ന്യൂട്രിചാർജ് ഗ്ലൈസം. ഭാവിയിൽ ഈ ഒരു സംഭവം ഉണ്ടാവരുത്, ഗ്ലൈസം ഉണ്ടാവരുത്. നീ എന്നാ ന്യൂട്രിചാർജിന് എതിരാണോ? ആണോ? നമ്മൾ ശരിയായ രീതിയിൽ ജീവിച്ച് മറ്റുള്ളവരെയും ബോധവൽക്കരിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലൈസം ഇല്ലാത്തൊരു ലോകം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയ്യോ, നിങ്ങൾക്ക് PV നഷ്ടപ്പെടില്ല, എന്തിനാ കൈയടിക്കണേ? കറക്റ്റ് മെസ്സേജ് എടുത്താൽ അത് മനസ്സിലാവും. എന്താണ്? ഡയബറ്റിക് പേഷ്യൻസ് ഇല്ലാത്തൊരവസ്ഥ നമ്മളുടെ RCMലൂടെ ഉറപ്പായിട്ടും RCMന്റെ ജീവിതശൈലിയിലൂടെ നമുക്ക് നേടാൻ പറ്റും. ക്ലിയർ ആയോ? ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലവാക്കാൻ പറ്റുന്ന സാധനം ഗ്ലൈസവും PG ഒക്കെ ആണെങ്കിൽ, നമ്മളുടെ ഉദ്ദേശം ആരോഗ്യം നേടിക്കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഗ്ലൈസത്തിനെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പറയാമോ? എന്തായാലും മൈക്ക് തന്നത് പ്രശ്നമായോ? ഇല്ല. എന്താ നമ്മൾ തിരിച്ചറിയുക. ഈ ഗ്ലൈസം ഒക്കെ കഴിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോവാതിരിക്കുക. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടിപ്പോകാതിരിക്കുക. അതാണ് പിന്നീട് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക, അല്ല അത് സ്റ്റോർ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മൾ ഗ്ലൈസം നോക്കുമ്പോഴത്തേനും ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? 18 വയസ്സിന് മുകളിലുള്ളവർക്കേ ഇത് കഴിക്കാമുള്ളൂ. അതിൽ തന്നെ എല്ലാവരും കഴിക്കേണ്ട സാധനമാണോ? അല്ല. നമ്മൾ നേരത്തെ കണ്ട പ്രോഡക്റ്റുകളെല്ലാം ജനറൽ ഹെൽത്തിന് വേണ്ടത് ഏതൊക്കെയായിരുന്നു? DHA വേണം, പിന്നെ പ്രോട്ടീൻ വേണം, വൈറ്റമിൻസും മിനറൽസും ഉള്ള ന്യൂട്രിചാർജ് മെന്നോ ഉമ്പണോ കിഡോ, അതുപോലെ മീൻസ് അങ്ങനെ ആ ഒരു റേഞ്ച് പോകും. വ്യൂ വേണം, പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ S5 വേണം. പക്ഷേ നമ്മൾ കണ്ട BJ ആയിക്കോട്ടെ ഗ്ലൈസം ആയിക്കോട്ടെ എല്ലാവർക്കും വേണ്ടതല്ല. പ്രശ്നങ്ങൾ ഉള്ളവർക്ക്, അതുപോലെ ബയോ ഏജ് ആണെങ്കിലും
നമ്മൾ നോക്കിയിട്ട് എടുക്കേണ്ട പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 140 mg മേളിലുണ്ടെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട പ്രോഡക്റ്റ് ആണിത്. അത് പക്ഷേ ഡോക്ടറെ അടുത്തും കൂടെ പറയണം നമ്മൾ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റും മെഡിസിൻ നിർത്താനും പാടില്ല. മെഡിസിനും കൂടെ എടുത്തു കഴിയുമ്പോൾ ഒരു പക്ഷേ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥതകളൊക്കെ വരാം. അപ്പോൾ ഡോക്ടറെ അടുത്തും കൂടെ ഒന്ന് പറയണം. കാരണം അതിനുശേഷം നമ്മൾ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യണം. അത് കഴിയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു തരും? മരുന്ന് കുറച്ച് തരും. അതാണ് ഞാൻ പറഞ്ഞത്, മരുന്ന് കുറച്ച് തരും. പിന്നീട് ആ മരുന്നില്ലാത്ത ഷുഗറൊക്കെ ഒരിക്കലും മരിക്കണവരേക്കും മരുന്ന് കഴിക്കേണ്ട സാധനമാണ്. മരിക്കണ അന്നും രാവിലെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ ടാബ്ലറ്റ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. ന്യൂട്രിചാർജ് ഗ്ലൈസം എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമുക്ക് ഈ ഷുഗർ പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് 8 കോടിയോളം ജനങ്ങളിൽ പ്രശ്നം കാണുന്നുണ്ട്. പ്രീ ഡയബറ്റിക് പേഷ്യൻറ്റിനാണ് ഇത് കാര്യം സജസ്റ്റ് ചെയ്യണമെങ്കിലും ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് പോലും അതിൽ നിന്നൊരു മുക്തി കിട്ടുന്നുണ്ടെങ്കിൽ ന്യൂട്രിചാർജ് ഗ്ലൈസം നമ്മൾ ഓരോരുത്തരോടും എത്തിക്കാൻ സാധിക്കട്ടെ. കാരണം ഇപ്പോഴുള്ള ഈ ഒരു കാലത്ത് ഒരുമാതിരി എല്ലാവരും പ്രീ ഡയബറ്റിക് സ്റ്റേജ് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് അടുത്ത വർഷം ആകുമ്പോഴത്തേനും അവരെന്തായി മാറിയിട്ടുണ്ടാവും? ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ നമ്മൾ ന്യൂട്രിചാർജ് ഗ്ലൈസം എല്ലാവരിലോട്ടും എത്തിക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേനും ഡയബറ്റിക് മെഡിക്കേഷൻ ഉള്ളവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ വിത്ത് അവരുടെ ഡോക്ടറെയും കൂടെ ഒന്ന് അറിയിക്കാം. അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രിചാർജ് ഗ്ലൈസം കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഡോക്ടർ രാജനെ അല്ലെങ്കിൽ ഡോക്ടർ ശ്രീലാൽ ഇങ്ങനെ RCMനെ അറിയുന്നവരെ ഒന്ന് അറിയിക്കുക. അവരുടെ കൺസൾട്ടേഷൻ അതുവഴി തന്നെ നടക്കട്ടെ. ഓക്കെ, ഞാൻ അടുത്തത് സ്ലിം ആൻഡ് ഫിറ്റ്. അത് ഞാൻ കഴിച്ചാൽ കുഴപ്പമുണ്ടോ? ഞാൻ കഴിക്കുന്നതാണെങ്കിൽ ഞാൻ കഴിക്കണം. എന്താ പ്രശ്നം എന്നറിയാമോ? കാണുമ്പോൾ വണ്ണം ഉണ്ടാവില്ല. എന്തായിരിക്കും? ഫാറ്റ് കൂടുതലുണ്ടാവും. അപ്പം അതുകൊണ്ട് ന്യൂട്രിചാർജ് സ്ലിം ആൻഡ് ഫിറ്റ് വലിയ പൊണ്ണത്തടിയന്മാർക്ക് മാത്രമുള്ളതല്ല. നമ്മൾക്ക് ആർക്കൊക്കെയാണോ ഫാറ്റ് കണ്ടന്റ് ബോഡിയിൽ കൂടുതലുള്ളത് അത് കുറയ്ക്കാൻ നോക്കിയിട്ട് യാതൊരു നിർവാഹവും ഇല്ല എന്നുണ്ടെങ്കിൽ സ്ലിം ആൻഡ് ഫിറ്റ് നമ്മൾ എടുക്കുക. നാച്ചുറൽ ഫാറ്റ് ബേണേഴ്സ് 3 അതിൻ്റെ അകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഉരുക്കി കളയാനും നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഫാറ്റിനെ വേണ്ടത് മാത്രം അബ്സോർബ് ചെയ്ത് വേണ്ടാത്തതിനെ കളയാനും കഴിവുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഇത് ന്യൂട്രിചാർജ് S&F. ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ന്യൂട്രിചാർജ് S&F. ഇതെല്ലാം ഒരേ കൊടക്കീഴിൽ നമുക്ക് ലഭ്യമാണ്. നമ്മൾ ഇതിനൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. അടുത്തത് അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്കറിയാം. അതിൽ റെക്കമെൻഡ് ചെയ്യണത് ആർക്കാന്ന് നമ്മൾ നോക്കുക. 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള പുരുഷന്മാരിൽ ബോഡി സ്കാനറെ കയറി നിന്ന് നോക്കുമ്പോൾ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് 20% ഉണ്ടെങ്കിൽ മേലെ ആണെങ്കിൽ ഒരു ന്യൂട്രിചാർജ് S&F എടുക്കാം. 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഒരു ഇച്ചിരിയും കൂടെ ഒരു കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. 25% ജോബി സാറ് നോക്കാണ്. അപ്പം എനിക്ക് 25% മുകളിലുണ്ടെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ 40 വയസ്സിന് മുകളിലുണ്ടെങ്കിൽ എന്താണ്? ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് മുകളിലുണ്ടെങ്കിൽ 40 വയസ്സുള്ളവർക്ക് 25% മുകളിലുണ്ടെങ്കിൽ ന്യൂട്രിചാർജ് S&F സജസ്റ്റ് ചെയ്യുക. അതുപോലെ ലേഡീസിനാണെങ്കിൽ 40 വയസ്സ് വരെയുള്ള ലേഡീസ്, അതായത് 18 തൊട്ട് 40 വയസ്സ് വരെയുള്ള ലേഡീസ് 30 തൊട്ട് 33% വരെ ഫാറ്റ് അവരുടെ ശരീരത്തിൽ ഫാറ്റ് പെർസെൻറ്റേജ് ആണ് എങ്കിൽ 30-നും 33-നും ഇടയ്ക്കാണ് ബോഡി സ്കാനിൽ കാണിക്കുന്നതെങ്കിൽ അവർ S&F എടുക്കുക. 40 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 35%-ന് മുകളിലാണെങ്കിൽ എന്തെടുക്കുക? ന്യൂട്രിചാർജ് S&F എടുക്കുക. അതുപോലെ അടുത്തത് ഗെയിനർ. ഇതിന് ഓപ്പോസിറ്റ് ആവശ്യത്തിന് മസിൽ ഇല്ല, സ്ട്രെങ്ത് ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ടും അവരുടെ ഡൈജഷൻ കറക്റ്റ് ചെയ്ത് കിട്ടാനായിട്ടും എല്ലാം നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കാനും അവരിലൊരു ആരോഗ്യമുള്ളൊരു അവസ്ഥയിലോട്ട് അവരെ കൊണ്ടുവരാൻ, അതായത് മാൽ ന്യൂട്രീഷൻ്റെ പാർട്ടായിട്ട് അവർക്ക് അനാരോഗ്യമാണ് എന്തിലൂടെ അവർക്ക് ആവശ്യത്തിന് പോഷകങ്ങളില്ല, ആ പോഷകങ്ങളെ ആക്കിയെടുക്കാനായിട്ട് ഗെയിനർ നമുക്ക് അവർക്ക് കൊടുക്കാം. കാരണം അത് അപ്പം അതിനകത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 13 വയസ്സിന് മുകളിലുള്ളവരെ ആൺകുട്ടികളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിലുള്ള പുരുഷന്മാർ ബോഡി സ്കാനറിൽ നോക്കുമ്പോൾ മസിൽ മാസ് പെർസെൻറ്റേജ് 45%-ൽ താഴെയാണെങ്കിൽ അവർക്കത് കൊടുക്കാം. ലേഡീസ് ആണെങ്കിൽ 13 വയസ്സിന് മുകളിലുള്ളവർക്ക് മസിൽ മാസ് പെർസെൻറ്റേജ് 36%-ന് താഴെയാണെങ്കിൽ, കാരണം പുരുഷന്മാർക്കാണ് കായിക ബലം കൂടുതൽ, പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ അവർക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ 45%-ന് താഴെയാണെങ്കിൽ അവർ നിർബന്ധമായിട്ട് കഴിക്കുന്നത്. സ്ത്രീകൾക്ക് ഒരു ചെറിയ കൺസെഷൻ 36%-ന് താഴെയാണെങ്കിൽ
കഴിച്ചാൽ മതി. 37% ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ദെൻ 1 scoop NutriCharge gainer plus 1 sachet NutriCharge cocoa product in a glass of milk half an hour before lunch and dinner twice a day. ഇതാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യണത്. എങ്ങനെയാ? 20 ഗ്രാമിൻ്റെ ഒരു സാഷെ ഗെയിനറും അതിൻ്റെ കൂടെ 20 ഗ്രാമിൻ്റെ കൊക്കോ പ്രോഡക്റ്റും കൂടെ ഒരു ഗ്ലാസ് പാലിൽ കലക്കിയിട്ട് ലഞ്ചിനോ ഡിന്നറിനോ മുന്നേ ട്വൈസ് എ ഡേ 2 പ്രാവശ്യം നമ്മൾ കഴിക്കുക. ദെൻ അടുത്തത്, ഇതെല്ലാം കേട്ട് മടുത്തു അല്ലേ? ഇനി ഒരു റീഫ്രഷർ ആവാം. റീഫ്രഷർ എന്താ? എന്നെ സഹിച്ച് നിങ്ങൾ മടുത്തു, ഞങ്ങൾക്കൊന്ന് റീഫ്രഷ് ചെയ്യണം. അപ്പോൾ NutriCharge റീഫ്രഷർ ഫോർ എവ്രി വൺ. ഇത്രയും നേരം നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം പറഞ്ഞായിരുന്നേ, പക്ഷേ ഇതിപ്പോൾ ഫോർ എവ്രി വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടീ ഓർ കോഫി. നമുക്കൊന്ന് എനർജൈസ് ആവാൻ വേണ്ടിയിട്ട് അതും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഉപയോഗം നന്നായിട്ട് അറിയാം. ദെൻ അടുത്തത് ആർക്കൊന്നും റെക്കമെൻഡ് ചെയ്യണില്ല? പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യണവർ അത് റെക്കമെൻഡ് ചെയ്യണില്ല. പ്രഗ്നൻറ്റ് വുമണിന് റെക്കമെൻഡ് ചെയ്യണില്ല. ലാക്ടേറ്റിംഗ് മദേഴ്സ്, ഫീഡിങ് മദേഴ്സിന് റെക്കമെൻഡ് ചെയ്യണില്ല. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അത് റെക്കമെൻഡ് ചെയ്യണില്ലെങ്കിലും ഇവിടെ തച്ചിനിരുന്ന് എല്ലാവരും കഴിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഷുഗർ പേഷ്യൻറ്റിന് അത് കഴിക്കാനായിട്ട് അത്രയധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒരെണ്ണം മതി കേട്ടോ. അത് മാത്രം വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. കൊച്ചിരുന്ന് കഴിക്കണമെങ്കിൽ ഒരു ദിവസം ഒരെണ്ണം മതി. അതും പൊട്ടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തീർക്കണം. നമ്മളോട് പറയണേ 24 മണിക്കൂറേ അപ്പം തീരും. അപ്പം പിന്നെ എന്നാലും അതൊന്ന് പറഞ്ഞേക്ക്. ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാമല്ലോ നമുക്ക്. ദെൻ അതിൻ്റെ ഗുണഗണങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ താങ്ക് യുക്ക് മുന്നേ ഞാനൊരു കാര്യം വേണമെങ്കിൽ പറയാം. നമുക്ക് ഡാഷ്ബോർഡ് ഉണ്ടാക്കണ്ടേ? ഡാഷ്ബോർഡ് എന്താ?